ആസിഫ് ഖാൻ ഇറങ്ങി വരുമ്പം ഉമ്മ കൊടുക്കുന്ന ആ അത് റീൽ ഇപ്പൊ ഇങ്ങനെ വൈറലാവുന്നത്. അതെ 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 അതെ. അത് അവർ റിലീസിന് ശേഷം ഇന്നലെയാണ് ആദ്യമായിട്ട് നേരിട്ട് കണ്ടതും. അത് സാധാരണ നമ്മൾ പല രീതിയിൽ ഇപ്പൊ ഹഗ് ചെയ്യും, നേരിട്ട് വന്ന് അങ്ങനെ ഇത് പുറകിൽ കൂടെ ഒരു ഹഗ് ആയിരുന്നു. അപ്പൊ ഈ രണ്ടുപേർക്കും പരസ്പരം ഫേസ് ചെയ്യാനുള്ള ഒരു മടി ഉണ്ടാവും, എസ്പെഷ്യലി അപ്പുപിള്ളിക്ക് ഇതുണ്ടാവും ഈ പോയിന്റുകൾ പറയുമ്പോൾ. അപ്പോൾ പുള്ളി പോലും 2-3 ഡയലോഗുകൾ പറഞ്ഞ് സംസാരിച്ചതിന് ശേഷമാണ് ഒരു പർട്ടിക്കുലർ ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് ഒന്ന് ഇതിന്റെ റണ്ണിങ് ടൈമിൽ എവിടെയും അവർ തമ്മിൽ ടച്ച് ഒരു ചെറിയ രീതിയിലെങ്കിലും കൈ പിടിക്കുന്ന ഉണ്ടാവരുത് എന്നുള്ളത് ഉണ്ടായിരുന്നു, ശ്രദ്ധിച്ചിരുന്നു. ആക്സിഡന്റലി എവിടെയെങ്കിലും വന്നു പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. എന്തുകൊണ്ട് അപർണ അജയന്റെ കൂടെ ഇത്രയധികം ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരു സ്ത്രീ? പറയുന്ന കഥയുടെ നെറേറ്റീവിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള ഒരു കുറച്ചും കൂടി ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നത്. കാരണം പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഏറ്റവും ടു ദ കോറിലേക്ക് അവർ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് വരുന്ന സിനിമയുടെ ക്ലൈമാക്സിലാണ്. രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരാളുടെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി. എല്ലാ ഓഡിയൻസും ഒരേ എബിലിറ്റി അല്ലല്ലോ. ചില ഓഡിയൻസിന് ഒന്നും മനസ്സിലാവില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. ചില ആൾക്കാർക്ക് കുറച്ച് സാധനങ്ങൾ സെൻസ് ചെയ്യാൻ പറ്റും. ഇത് മനയുടെ ഭാഗമായുള്ള വേറെ വീടാണോ? ഒളപ്പമുണ്ട മനയുടെ ഭാഗമായി അവരുടെ തന്നെ റിലേറ്റീവിന്റെ വേറെ. വെള്ളിനേഴി മന എന്നാണ് ഇവിടെ അവിടെ നാട്ടുകാർ കൂടുതൽ ഈ വീടിനെ വിളിക്കാറ്. അതൊരു കൺസ്ട്രക്ഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ മനയുടെ ഒരു രീതിയല്ല. അതെ അതെ, നമുക്ക് 4 കെട്ട് വേണ്ടാന്നുണ്ടായിരുന്നു, 4 കെട്ടായിട്ട് പോകണ്ട. കിഷ്കിന്ധാ കാണ്ഡം എന്നുള്ള പേര് കേൾക്കുമ്പോ ഇത്രയും ഒരു പുരാണം ടച്ചൊക്കെ വേണോ? കുറച്ച് പേരെങ്കിലും അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് നിങ്ങൾ കൊടുക്കാൻ കാരണം എന്നുള്ള രീതിയിൽ ഒരാൾ മറ്റൊരാൾ ചോദിച്ചാൽ തന്നെ അതൊരു നമ്മുടെ പടത്തെക്കുറിച്ച് നടന്നൊരു ചർച്ചയായല്ലോ. കിഷ്കിന്ധാ കാണ്ഡത്തിന്റെ സ്ക്രിപ്റ്റ് റൈറ്ററും സിനിമാറ്റോഗ്രാഫറുമായ ബാഹുൽ രമേശ് ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം. ആദ്യം തന്നെ കൺഗ്രാറ്റ്സ്, നല്ല രീതിയിൽ സ്വീകരിച്ചു, അതുപോലെ വലിയ കളക്ഷനോടെ തന്നെ പടം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. സത്യനന്ദിത് കാട് സാർ ഇങ്ങനെ പറഞ്ഞ ഒരു വേർഡ്സ് പറയുകയാണെങ്കിൽ വിജയ ഫോർമുലയൊന്നും ആശ്രയിക്കാതെ നിങ്ങൾ വിജയം കൊയ്തു എന്നുള്ളതാണ്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരു വലിയ ഹൈപ്പോടെ ഒന്നും അല്ല പടം വന്നത് അല്ലേ. അങ്ങനെ ഒരു സാധാരണ ഒരു പടം റിലീസ് പോലെ വന്ന് മൗത്ത് പബ്ലിസിറ്റിയിൽ ഇത് ഒരുപാട് ആളിലേക്ക് എത്തുക എന്ന് പറയുന്നത് വലിയൊരു സന്തോഷമല്ലേ? അതെ, സത്യം. അത് തന്നെയാണ് ഇത്രയും റീച്ച് ഉണ്ടാക്കി തന്നത്. പക്ഷെ ഞങ്ങൾ ഇത്രയും പ്രൊമോഷന് വേണ്ടിയിട്ട് ഒത്തിരി പുഷ് ചെയ്തിരുന്നെങ്കിൽ പോലും ഒരു പരിധി ഉണ്ടായേനെ. ഇത് ആൾക്കാർ തന്നെ നമ്മളുമായിട്ട് ബന്ധമില്ലാത്തവരോ അല്ലെ സിനിമ ഇൻഡസ്ട്രി ആയിട്ട് നേരിട്ട് ബന്ധമില്ലാത്തവരോ തന്നെ കണ്ടിട്ട് ആ ഒരു ഓണസ്റ്റ് റിവ്യൂ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇടുമ്പോൾ അതിനെ കുറച്ചുകൂടി ജെന്യൂനിറ്റി കൂടുമല്ലോ. അത് വായിക്കുന്നവർക്ക് അത് വീണ്ടും കാണാൻ. പിന്നെ അത് എഴുതുന്നത് തന്നെ ഭയങ്കര ഹാർട്ട് ഫെൽട്ട് ആയിട്ടാണ് എഴുതുന്നത്, ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പം അത് കാണുമ്പോൾ തന്നെ ഓക്കെ, അത്രയൊരു എഫേർട്ട് ഈ സിനിമയുടെ റിവ്യൂവിന് വേണ്ടിയിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വൃത്തിയായിട്ട് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരിക്കും അത് കണ്ടിട്ട് ആൾക്കാർ വരുന്നത്. അപ്പം എന്തായാലും അതിന് ഓഡിയൻസിന്റെ സപ്പോർട്ടാണ് ഗുണം ചെയ്തിട്ടുള്ളത്. അതിനെല്ലാവരോടും നന്ദിയുണ്ട്. സാധാരണ പ്രേക്ഷകനും അല്ലെങ്കിൽ ഒരു ക്ലാസ് വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ഒരു ഏജും അല്ലെ ഒരു ജനറേഷനും വ്യത്യാസം ഇല്ലാണ്ടാണ് ആൾക്കാർ അത് ആക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പൊ തിയേറ്ററിൽ പോകുമ്പോഴും എല്ലാ പ്രായക്കാരെയും എല്ലാതരം ആളുകളെയും കാണാം. സന്തോഷം. ഞാനൊരു ഏതോ നിങ്ങളുടെ ഒരു പ്രോഗ്രാമിന്റെ താഴെ കമന്റ് കണ്ട, അണ്ണാ നിങ്ങൾ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു അല്ലേ, 4-5 സിനിമകളായി ഇവിടെ ഉണ്ട്. ഇന്നലെ ഏജ് ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞ ഇന്നലെ വിനോദേട്ടൻ DOP വിനോദ് ഇല്ലംപള്ളി, പുള്ളി ഒരാഴ്ച 3-4 ദിവസം മുന്നേ പടം കണ്ടിട്ട് അന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്നലെ വീണ്ടും പുള്ളി വൈഫിനെയും മക്കളെയും കൊണ്ടുപോയിട്ട് വീണ്ടും കാണിച്ചു. എന്നിട്ട് വിളിച്ചാണ് അവർക്ക് ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഫോൺ വിളിച്ച് തന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ വൈഫും വളരെ എക്സൈറ്റഡ് ആയിട്ട് സംസാരിച്ചു. പുള്ളിക്കാരന് 2 മക്കളുണ്ട്, സ്കൂളിൽ പഠിക്കണവരാ. അവരും ഭയങ്കര, അവർക്ക് ഫോൺ കൊടുത്തിട്ട് അവർ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് അനലിറ്റിക്കലായിട്ട് ആ ഏരിയ എങ്ങനെ, ഈ ഏരിയ എങ്ങനെ, ചേട്ടാ അത്, ചേട്ടാ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞ നിങ്ങൾ ഈ പറഞ്ഞ ഏജ് സ്പെക്ട്രം ഒരു ഫാമിലിയുടെ ഉള്ളിൽ നിന്ന് തന്നെ പെട്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു കോൾ ഇന്നലെ ഉണ്ടായിരുന്നു എന്ന് പറയായിരുന്നു. അതിൽ എല്ലാവർക്കും കണക്ട് ആവാനുള്ള കഥാപാത്രങ്ങളും ഉണ്ട്, എല്ലാവരുടെ പ്രായത്തിലും കഥാപാത്രങ്ങളും പോകുന്നുണ്ടല്ലോ ഏകദേശം. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ എവിടെയായിരുന്നു എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ആസിഫ് ഖാന്റെ തന്നെ പടങ്ങളില് സിനിമാറ്റോഗ്രാഫർ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ദിൻജിത്തേട്ടന്റെ കൂടെ തന്നെ കക്ഷി കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഈ ഒരു സിനിമയ്ക്കുള്ള കാത്തിരിപ്പായിരുന്നു ശരിക്കും? പ്ലാൻ ചെയ്ത് അങ്ങനെ സമയമെടുത്തതല്ല. അകമണിപ്പിള്ള കഴിഞ്ഞ് ഞാൻ ജിസേട്ടൻ്റെ പടത്തിലൊക്കെ അങ്ങനെയൊക്കെ ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞ് 1 വർഷം കഴിയുമ്പോൾ തന്നെ ലോക്ക്ഡൗണും പരിപാടികളൊക്കെ വരുന്നത്. സോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഡിലേ ആണ് ദിഞ്ചുവേട്ടൻ്റെ പറഞ്ഞ 4 വർഷം. ആക്ച്വലി 4 വർഷം ഇല്ല, അമ്മണിപ്പിള്ള കഴിഞ്ഞൊരു 3-ാമത്തെ വർഷം തന്നെ നമ്മൾ പ്രൊജക്റ്റ് ഓണാക്കുന്നുണ്ട്. പക്ഷേ അതിന് ശേഷം ഈ പറഞ്ഞ ഷൂട്ടിങ് തുടങ്ങാനെടുത്തു. പ്രൊജക്റ്റ് ഓണായതിനു ശേഷം വീണ്ടും 1 വർഷം കഴിഞ്ഞിട്ടാണ് ഷൂട്ടിങ് തുടങ്ങണേ. ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിന് ശേഷം 1 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ റിലീസും ചെയ്തേക്കണേ. അപ്പോൾ അങ്ങനെ കളക്റ്റീവ്ലിയാണ്
4 or 5 years എന്നുള്ള രീതിയിൽ വന്നേക്കുന്നത്. ആസിഫ് ഖാൻ ഈ തുടക്കം മുതൽ ആസിഫ് ഖാന്റെ പടമാണ് എന്നുള്ള രീതിയിലാണ് അത് പോകുന്നത്, അല്ലെങ്കിൽ അത് പിന്നെ ഇന്നായതാണോ ഇതിലേക്ക്? എഴുതി കഴിയുന്നത് വരെ ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. എഴുതി കഴിഞ്ഞതിന് ശേഷമാണ് നമുക്കിത് ഞാൻ ദിൻചേട്ടന് വായിക്കാൻ കൊടുത്തു. അതിന് ശേഷമാണ് നമ്മളിതിൻ്റെ കാസ്റ്റിംഗ് ആരൊക്കെ ആവാന്നുള്ളത് ആലോചിക്കുന്നത്. അപ്പോൾ നമുക്ക് ആസിക്ക് തന്നെയായിരുന്നു ആദ്യത്തെ ഓപ്ഷനായിട്ട് തന്നെ നമുക്ക് മനസ്സിൽ വന്നത്. ആ സൗഹൃദം ഉണ്ടല്ലോ അല്ലേ? സൗഹൃദമുണ്ട്, പിന്നെ അത് തന്നെ ഒരു ഫാമിലി മാൻ പരിപാടികളൊക്കെ ആയിട്ട് എന്തുകൊണ്ടോ ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ എന്തോ ഉള്ളിൽ ഫീൽ ഉണ്ടാവില്ല ഇത് ആസിക്ക എന്നുള്ള രീതിയിൽ കറക്റ്റ് ആയിരിക്കും. ആസിഫ് അലിയെ കണ്ടില്ല എന്ന് ഞാൻ പലയിടത്തും കമന്റ് കണ്ടു. സത്യം എനിക്കും അങ്ങനെ തന്നെയാ തോന്നി. അജയനെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഉള്ളില് ഒളിപ്പിച്ച് വെച്ചില്ലേ, അവിങ്കലോടെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ എങ്ങനെ നല്ല രീതിയിൽ തന്നെ കാണിക്കാൻ പറ്റി. എപ്പോഴും ഈ റൈറ്റേഴ്സ് പറയും നമുക്ക് എഴുതി വെക്കാം, എന്തും ഇമാജിൻ ചെയ്യാം, ഇല്ലാത്ത ലോകം ഉണ്ടാക്കി വെക്കാം. പക്ഷെ സിനിമാറ്റോഗ്രാഫേഴ്സിനും ഡയറക്ടേഴ്സിനുമാണ് ഇത് കാണിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ സിനിമാറ്റോഗ്രാഫർ തന്നെ ആയതുകൊണ്ട് ഏതുവരെ നമുക്ക് ഇമാജിൻ ചെയ്യാം, അല്ലെ എന്ത് നമുക്ക് കാണിക്കാൻ എളുപ്പമുണ്ട് ടെക്നിക്കലി എന്നുള്ളൊരു ധാരണ ഉണ്ടാവുമല്ലോ. അപ്പൊ അത് വെച്ച് ഈ എഴുത്തിന് എങ്ങനെയാ ഒരു ഉള്ളിലെ സിനിമാറ്റോഗ്രാഫർ ഹെൽപ്പ് ചെയ്തേ? സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിലല്ല, 2-3 സിനിമകളിലെങ്കിലും അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസും ഉണ്ട്. സിനിമയുടെ പിന്നിലുള്ള ബുദ്ധിമുട്ടുകൾ, ലോജിസ്റ്റിക്സുകൾ, എവിടെ ബഡ്ജറ്റ് കൂടും, ടെക്നിക്കലി എത്ര സമയം ഓരോന്നിനും എടുക്കും, ഇങ്ങനെ അതിന്റെ ചാർട്ടിങ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, ഇതിനെക്കുറിച്ച് ഒരു ചെറിയൊരു അവയർനെസ് മനസ്സിൽ എവിടെയെങ്കിലൊക്കെ ഇട്ടുണ്ടാവും. അപ്പോൾ ആ പരിചയം ഏതെങ്കിലും രീതിയിൽ റൈറ്റിംഗ് സ്റ്റേജിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിളായിട്ട് പറയായിരുന്നു. ഇപ്പോൾ ഇതിൽ ഫസ്റ്റ് ഹാഫിൽ കുട്ടേട്ടൻ ചെയ്യുന്ന അപ്പുള്ള ക്യാരക്ടർ ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യുന്ന ഒരു സീനുണ്ട്. അപ്പോൾ ആ ഒരു കുഞ്ഞു സീനാണ് ശരിക്കും പറഞ്ഞാൽ. അത് ഷൂട്ട് ചെയ്യാൻ മേ ബി ഒരു 1 to 2 hours, 2.5 hours, മാക്സിമം 3 അത്രയൊക്കെ തന്നെ വേണ്ടി വരുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഹോസ്പിറ്റൽ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഷൂട്ട് ചെയ്യണമെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു 50,000 രൂപ അതിന് റെൻറ്റ് കൊടുക്കേണ്ടി വരും. റെസ്പെക്റ്റീവ് ഓഫ് എത്ര സമയം നമ്മൾ എടുക്കുന്നുണ്ടെങ്കിലും ചിലപ്പോൾ 50,000 റെൻറ്റ് ഉണ്ടാവും. പിന്നെ അത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഒരു 50 ബിറ്റ്വീൻ 50 and 100 ജൂനിയർ ആർട്ടിസ്റ്റുകൾ വേണ്ടി വരും. അപ്പോൾ ഈ ഒരു റെഗുലർ അതർവൈസ് ഉള്ള നമ്മുടെ റെഗുലർ ചാർട്ടിലെ ഡേനേക്കാളും ഡേ എക്സ്പെൻസ് ചിലപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഡേയിൽ കൂടുതലായിരിക്കും. അപ്പം നമ്മൾ ആലോചിക്കുമ്പോൾ ആ ഒരു 2-3 മണിക്കൂർ സീനിന് വേണ്ടി മാത്രമായിട്ടൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇത്രയും എക്സ്പെൻസ് ചിലവാക്കാന്ന് പറഞ്ഞാൽ ലോജിസ്റ്റിക്കലി അത്ര കൺവീനിയൻസ് ആയിരിക്കും. വേണ്ടി വന്നാൽ നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ എന്നാലും കുറച്ചും കൂടെ പ്രൊഡക്ഷൻ ഫ്രണ്ട്ലി ആവണം എന്നുള്ളൊരു തോട്ട് എവിടെയെങ്കിലും ഈ കഷ്ടപ്പാടുകൾ കണ്ടിട്ടുള്ളത് കൊണ്ട് മനസ്സിൽ എവിടെയെങ്കിലും ഓടിയിട്ടുണ്ടാവുമായിരിക്കാം. അപ്പോൾ പക്ഷേ സെക്കൻഡ് ഹാഫിലും കൂടെ വീണ്ടും ഈ ഹോസ്പിറ്റൽ സീൻ വരുന്നു. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ആവശ്യമാണല്ലോ. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഇതിന് ഈ പർട്ടിക്കുലർ സീക്വൻസ് പ്ലാൻ ചെയ്ത് ഇങ്ങനെ ചെയ്തു എന്ന് അറിയല്ല, ഒരു നട്ഷലിന് പറയുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിലും കൂടി ഇതേപോലെ ഒരു ഹോസ്പിറ്റൽ സീൻ ഉണ്ട്. അതും ഒരു ക്രിസ്പ് സീനാണ്. അതും ഷൂട്ട് ചെയ്യാൻ ഹാർഡ്ലി 1 or 2 hours വേണ്ടു. അപ്പോൾ ഇത് 2 സീനും കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഓക്കെ ഒരു ഹാഫ് ഡേ തള്ളി നീക്കാനുള്ള വർക്ക് ഉണ്ട്. അപ്പോൾ ഒരു ഹാഫ് ഡേ എങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ തള്ളി നിൽക്കാനുള്ള അത്രയും മെറ്റീരിയൽ നമുക്ക് ഷൂട്ട് ചെയ്യാനുണ്ടെങ്കിൽ മാത്രമേ അത്രയും എക്സ്പെൻസ് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ലൊക്കേഷൻ നമ്മൾ ചൂസ് ചെയ്യേണ്ടതുള്ളൂ എന്ന് പറയുന്നൊരു തോട്ട് മനസ്സിൽ കൂടെ പോയായിരുന്നു. ഇല്ലെങ്കിൽ ഇപ്പം എന്താണ്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ആ കണ്ടന്റ് ഇത്ര എക്സ്പെൻസ് വരാത്ത വേറെ ഏതെങ്കിലും ലൊക്കേഷനിലോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ സിനിമയിൽ മറ്റ് ഏതെങ്കിലും സീനുകൾ നടക്കുന്ന ഏതെങ്കിലും ലൊക്കേഷനിൽ കൂടെ ക്ലബ് ചെയ്യാനോ ഒക്കെ ചിലപ്പോൾ ആലോചിക്കാൻ ശ്രമിച്ചേനെ. ഈ ഹോസ്പിറ്റൽ സീൻ എന്നല്ല ഞാൻ പറയണേ, ഇതുപോലെ എക്സാമ്പിൾസ് തോന്നിയ മറ്റു സാധനങ്ങൾ അങ്ങനെ അത് പലയിടത്തും നടന്നിട്ടുണ്ട്. സ്ക്രിപ്റ്റിൽ തന്നെ പലയിടത്തും നടക്കണ്ട. എന്തായാലും ഈ സുമതന്റെ എന്താണ് ജഗദീഷ് ചേട്ടന്റെ ക്യാരക്ടർ ചെയ്യുന്ന ആ ഒരു വുഡ് ഹട്ട് ഏരിയയിൽ 1-2 സീനുകൾ നിർബന്ധമായിട്ടുണ്ട്. എന്നാൽ പിന്നെ മറ്റേ സീനും കൂടി ഇവിടെ തന്നെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ അജയനും അപർണയും ജഗദീഷ് ചേട്ടനെ പോയി കാണുന്ന ഒരു സീനുണ്ട് സെക്കൻഡ് ഹാഫിൽ. അത് എവിടെ വേണമെങ്കിലും പ്ലേസ് ചെയ്യാം, ജഗദീഷ് ചേട്ടനെ പോയി കാണണമെന്നല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ ആലോചിച്ചത് വെച്ചാൽ എന്തായാലും ആ ഹട്ടിന് വേണ്ടി നമ്മളൊരു ദിവസം സ്പെൻഡ് ചെയ്യണം. അപ്പൊ ഈ സീനും കൂടെ അവിടെയാണെങ്കിൽ ഒരു ഫുൾ ഡേ അവിടെ കവർ ചെയ്യാനുള്ള അത്രയും മെറ്റീരിയൽ നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ സമയം സേവ് ചെയ്യാനൊക്കെ അത് എളുപ്പമായിരിക്കും. അങ്ങനെ അപ്പൊ ആ രീതിയിൽ അതാ ഞാൻ പറയായിരുന്നു, സിനിമയിൽ ബുദ്ധിമുട്ടുകൾ കണ്ട ഒരു ഇത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. ഈ പറഞ്ഞുകൊണ്ടായിരിക്കും ഒരു ക്രിസ്പായി ചെയ്യാന്ന് പറയുന്നതിന്റെ ആയിരിക്കും അതിലൊന്നും ഇനി വെട്ടിക്കളയാനില്ല എന്നോ അല്ലെ ഒന്നും അധികമായി മുഴച്ചു നിൽക്കുന്നില്ല എന്നുള്ള രീതിയിൽ ആ സിനിമ 2 മണിക്കൂർ 10 മിനിറ്റിൽ അല്ലേ ഏകദേശം 2 മണിക്കൂർ ശരിക്കും പറഞ്ഞാൽ 1:59 ഉള്ളൂ. ബാക്കി 6 മിനിറ്റ് ക്രെഡിറ്റ്സും താങ്ക്സ് കാർഡൊക്കെ ചേർന്നുള്ള അത്ര ഒതുക്കി കൊണ്ടുവന്നു എന്നുള്ളതാണ് അത്. ഇപ്പം അതിലെ ആസിഫ് അലിയുടെയും അപർണയുടെയും ഇപ്പൊ അജയന്റെയും അപർണയുടെയും പ്രണയമൊന്നും നിങ്ങൾ എവിടെയും കാണിച്ചിട്ടില്ല. എന്തുകൊണ്ട് അപർണ അജയന്റെ കൂടെ ഇത്രയധികം ആത്മാർത്ഥമായി നിൽക്കുന്ന ഒരു സ്ത്രീ എന്നുള്ളതൊരു ചോദ്യമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നോ അവരുടെ ഒരു ബാക്ക് സ്റ്റോറി കാണിക്കണമെന്നോ? അല്ലെങ്കിൽ ഇല്ല, തോന്നിയിട്ടേ ഇല്ല. ചിന്തിച്ചത് ഈ സിനിമയിൽ പറയുന്ന കഥയുടെ നെറേറ്റീവിന് ശേഷമായിരിക്കും
ഒരുപക്ഷെ ഇവർ തമ്മിലുള്ള ഒരു കുറച്ചും കൂടി ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തുടങ്ങുന്നത്. കാരണം പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഏറ്റവും ടു ദ കോറിലേക്ക് അവർ പരസ്പരം അണ്ടർസ്റ്റാൻഡിങ് വരുന്ന സിനിമയുടെ ക്ലൈമാക്സിലാണ്. അപ്പോൾ അതിനുശേഷമുള്ള ഇനി അവരുടെ ജീവിതം കുറച്ചും കൂടെ കമ്പാഷനേറ്റ് ആയിരിക്കും, കുറച്ചും കൂടെ എന്താണ് ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിരിക്കും എന്നുള്ള രീതിയിൽ. അതിന് മുന്നേ അത് ശ്രദ്ധിച്ചിരുന്നു, അത് കോൺഷ്യസ്ലി ചെയ്തൊരു കാര്യം തന്നെ. ഇപ്പോൾ ഇതിൻ്റെ റണ്ണിങ് ടൈമിൽ എവിടെയും അവർ തമ്മിൽ ടച്ച് ഒരു ചെറിയ രീതിയിലെങ്കിലും കൈ പിടിക്കുന്ന ഉണ്ടാവരുത് എന്നുള്ളത് ശ്രദ്ധിച്ചിരുന്നു. ആക്സിഡന്റലി എവിടെയെങ്കിലും വന്നു പോയിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഒരു പുതിയ ജീവിതം തുടങ്ങുന്ന രണ്ടുപേരുടെ ഒരു ഇതും സിനിമയിൽ വരുന്നില്ല. അതൊരു വിസിബിളി ഉള്ളൊരു ടച്ചോ ജസ്റ്റ് ഒന്ന് കൈ പിടിക്കലോ അല്ലെങ്കിൽ പിടിച്ചു കയറുന്ന രീതിയിലോ അല്ലോ ഷെയ്ക്കാൻ്റെ കൊടുക്കുക ഒന്നും ആ രീതിയിൽ ഒരു ടച്ച് വേണ്ട എന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം അവർ ടച്ച് ചെയ്യുന്നത് തന്നെ ഈ പറഞ്ഞ ടെയിൽ എൻഡിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കൺക്ലൂഡായി വരുന്ന ഒരു സ്റ്റേജിൽ ആ പറഞ്ഞ ആസിക്കയുടെ തോളത്ത് ഇങ്ങനെ കൈ പിടിച്ച് നിൽക്കുന്ന ഒരു മൊമെന്റിലാണ് അത് അവരുടെ ഫസ്റ്റ് ടച്ച് കാണിക്കുന്നത്. എനിക്കൊന്നു അത് തന്നെ ഓൺലി ടച്ച് അത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതിനുശേഷം ട്രെയിൻ സീക്വൻസിലും ടച്ച് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് വൺ സിംഗിൾ മൊമെന്റ്. അത് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഒരു ടോക്കൺ, അല്ലെങ്കിൽ ഐ എം വിത്ത് യു, അല്ലെങ്കിൽ ഹിയർ ആഫ്റ്റർ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറയുന്നതിന്റെ ഒരു ചെറിയൊരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കാം ആ ടച്ച്. എങ്ങനെ വേണമെങ്കിലും ആൾക്കാർക്ക് റീഡ് ചെയ്യാം. അപർണയും ആ ഒരു വീടും, അപർണ വീട്ടിൽ തനിച്ചാവുന്ന സമയത്തൊക്കെ നമ്മളവിടെ തനിച്ചായ പോലെ ആ നിഗൂഢത ഭയങ്കരമായിട്ട് നമ്മളെ ഇങ്ങനെ പേടിപ്പിക്കുന്നു. അങ്ങനെ പേടിപ്പിക്കുന്നു എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ആ നിഗൂഢത അവിടെ നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ നമുക്ക് എന്താണ് അടുത്തതെന്ന് ത്രൂ ഔട്ട് ക്യൂരിയോസിറ്റി ഉള്ളപ്പോഴും ആ വീട്ടിന്റെ അകത്തുള്ളപ്പോൾ അത് കുറച്ചുകൂടെ കൂടുതലായി വരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ വീടും പരിസരവും അത്രയും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. അതിന്റെ ഒരു ലൊക്കേഷൻ ഹണ്ട് എങ്ങനെയാ? ലൊക്കേഷനും കേരളത്തിലെ ഒട്ടുമിക്ക എറണാകുളത്തിന് താഴോട്ടുള്ള ജില്ലകളൊന്നും തെരഞ്ഞിട്ടില്ല, മേളോട്ടുള്ള എല്ലാ ജില്ലകളും ഏകദേശം ഒന്ന് കാര്യമായിട്ട് അരിച്ചു പെറുക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ റിക്വയർമെന്റ് എന്ന് പറയുമ്പോൾ റിസർവ് ഫോറസ്റ്റിന്റെ അടുത്ത് വരുന്ന ഒരു വീട് എന്നുള്ളതായിരുന്നു നമ്മുടെ റിക്വയർമെന്റ്. അപ്പൊ ഇതിനകത്ത് ഡയലോഗ് പോലെ ഉണ്ടല്ലോ, അങ്ങാ കാണുന്ന റിസർവ് ഫോറസ്റ്റ് ആണ്, സോ ആൻഡ് സോ മങ്കീസ് ഒക്കെ ഉള്ള സ്ഥലമാണെന്നൊക്കെ. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിന് കൺവിൻസിങ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ഒരു തമ്പ് റൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മരങ്ങൾ ധാരാളം ഉണ്ടാവണം, പക്ഷെ അത് തെങ്ങ്, കവുങ്ങ്, വാഴ പോലെ റബ്ബർ ഇങ്ങനത്തെ ഒന്നും ആവരുത് എന്നുള്ളത്. കുറച്ച് പ്രായമുള്ള വലിയ മരങ്ങൾ, വലിയ തടിയുള്ള മരങ്ങളൊക്കെ വേണം എന്നുള്ളതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്രൈറ്റീരിയ വെച്ചിട്ടുകൊണ്ടാണ്. അപ്പോൾ പല സ്ഥലത്തും വീട് അടിപൊളി വീടൊക്കെ കിട്ടും, അപ്പോൾ ഈ പറമ്പ് നമുക്ക് സെറ്റാവില്ല. അപ്പം അങ്ങനെ ഒരുവിധം സെറ്റായ ഒരു സാധനം നമുക്ക് നീലേശ്വരത്ത് കിട്ടിയായിരുന്നു. അവിടെ തന്നെ ചെയ്യാന്നുള്ള രീതിയിൽ ഫിക്സ് ചെയ്ത് പോകുമായിരുന്നു. പക്ഷേ ലാസ്റ്റ് മിനിറ്റിൽ പെർമിഷൻ ഇഷ്യൂ വന്നു. ദെൻ നമ്മൾ വീണ്ടും ഒന്ന് ഒരു ഹറിബറിയിൽ വീണ്ടും ഒരു സെർച്ച് നടത്തി. അതിലാണ് ഈ ചെർപ്പളശ്ശേരിയിലത്തെ ഒളപ്പണ്ണവനാണ് കിട്ടിയത്. അതിന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ടായിരുന്നു കമ്പയർഡ് ടു ദ നീലേശ്വരൻ വൺ. ഇത് മനയുടെ ഭാഗമായുള്ള വേറെ വീടാണോ? ഒളപ്പണ്ണ മനയുടെ ഭാഗമായി അവരുടെ തന്നെ റിലേറ്റീവിന്റെ വേറെ വെള്ളിനേഴി മന എന്നാണ് അവിടെ നാട്ടുകാർ കൂടുതൽ ഈ വീടിനെ വിളിക്കാറ്. അതൊരു കൺസ്ട്രക്ഷൻ സൈഡ് നോക്കുകയാണെങ്കിൽ മനയുടെ ഒരു രീതിയല്ല. അതെ അതെ, നമുക്ക് നാലുകെട്ട് വേണ്ടാന്നുണ്ടായിരുന്നു. നാലുകെട്ടായിട്ട് പോകണ്ട, ഒരു റെഫറൻസ് ആയിട്ടൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് റെഫറൻസ് അല്ല, എന്നൊരു ഫീൽ വൈസ്. ഇപ്പൊ പണ്ട് ഹരിഹരൻ സാറിന്റെ MT സാറിന്റെ ഒക്കെ ചില പടങ്ങളിൽ അമൃതംഗമയൊക്കെ ആണെന്ന് തോന്നുന്നു, അമൃതംഗമയോ അല്ല അഭയം തേടിയൊക്കെ പോലുള്ള പടങ്ങൾ നായർത്തറവാടാണ്, പക്ഷെ നാലുകെട്ടല്ല. എന്നാൽ പ്രതാപമുണ്ട്, നല്ല ഹൈറ്റ് ഉള്ള ഡബിൾ സ്റ്റോറിയുടെ വീടുകളായിരിക്കും. അങ്ങനത്തെ ഏതെങ്കിലും വീടുകൾ ഇപ്പൊ വെള്ളാനകളുടെ നാട്ടിൽ പോലും ഉണ്ട് അങ്ങനത്തെ ഒരു വീട്, ലാലേട്ടന്റെ വീട്. അപ്പൊ അതൊക്കെ ഒരു അങ്ങനെ തേടിപ്പോയി, പക്ഷെ പറമ്പും സെറ്റ് ആവണം. അവസാനം ഒടുവിൽ കിട്ടിയത് ചെറുപ്പശ്ശേരിയാണ്. ഈ മനസ്സിൽ എഴുതുമ്പോൾ ഒരു ഇമേജ് വരുമല്ലോ. അപ്പൊ നിങ്ങളിപ്പോ ഇത് കഥയായി പറയുകയാണെങ്കിൽ നമ്മൾ സങ്കല്പിക്കുന്ന ഒരു വീട് കാണുമല്ലോ. അപ്പൊ അതുപോലെ ഉള്ളിൽ എഴുതുമ്പോ സങ്കല്പിച്ചതും ഇപ്പൊ പ്ലേസ് ചെയ്തിരിക്കുന്നതും എഴുതുമ്പോൾ സങ്കല്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു വീട് തന്നെ കിട്ടണം എന്നുള്ള രീതിയിലല്ല സങ്കല്പിച്ചത്. എഴുതുമ്പോൾ അതിൻ്റെ ഒരു ജോഗ്രഫി, ഫ്ലോർ പ്ലാനുകളൊക്കെ കുറച്ചും കൂടെ മനസ്സിൽ ധാരണ ഉണ്ടെങ്കിൽ എഴുതുമ്പോൾ ചിലപ്പോൾ ഒരു കംഫർട്ടായിരിക്കും എന്നുള്ളതുകൊണ്ട് ഞാൻ പണ്ട് സിനിമയിലൊക്കെ വരുന്നതിന് മുന്നേ തവിടുകൂടി ജീവിതം എന്ന് പറഞ്ഞൊരു ഷോർട്ട് ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പയ്യന്നൂർ തന്നെയുള്ള ഒരു തറവാട് വീട്ടിലാണ് അത് ഷൂട്ട് ചെയ്തത്. അപ്പൊ ആ വീടിന്റെ പ്ലാൻ വെച്ചുകൊണ്ടാണ്, അവിടെ ഉറപ്പായിട്ടും അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കഥയ്ക്ക് പറ്റുന്നില്ല. പക്ഷെ ആ പ്ലാൻ ആയിരുന്നു എൻ്റെ മനസ്സിൽ, ഈ അപ്പുപിള്ളയുടെ വീടിന്റെ പ്ലാൻ. അപ്പൊ അവിടെ ബെഡ്റൂം, കോണിപ്പടി, ഇടനാഴിയിലേക്ക് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ ഫുൾ പിക്ചർ അവിടെ പിക്ചർ ചെയ്തുകൊണ്ടാണ് എഴുതിയത്. ഈ അപ്പുപിള്ളന്റെ റൂം വളരെ ഇമ്പോർട്ടന്റ് ആ സിനിമയിൽ അല്ലേ? അതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ നിങ്ങള്? അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആ മുറി അത് ഫുൾ ഫർണിച്ചർ ഒക്കെ അല്ലേ? എല്ലാം ക്രിയേറ്റഡാ, A to Z ക്രിയേറ്റഡ് ആണ്. അതിന്റെ ഒരു ട്രിവ്യൂ വേണമെങ്കിൽ പറയാം. അതിപ്പോ അതൊരു ബെഡ്റൂം അല്ല, ആക്ച്വലി ആ വീടിന്റെ ബെഡ്റൂം അല്ല. ആ വീടിന്റെ മേലത്തെ നിലയിലെ സെൻട്രൽ ഹാൾ, ലിവിംഗ് ഏരിയ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഏരിയ, ബാൽക്കണിയിലേക്ക് തുറക്കണ ഒരു ഏരിയ ആണത്. അപ്പോൾ അവിടെയാണ് നമുക്ക് അപ്പുപിള്ളയുടെ ബെഡ്റൂമിന് ഒരു കൺസിഡറബിൾ സ്പേസും വേണം. അപ്പോൾ ആ വീട്ടിലാണെങ്കിൽ റൂമുകൾക്ക് കുറച്ച് വലിപ്പക്കുറവുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ബെഡ്റൂം ആക്കി മാറ്റാമെന്ന് തീരുമാനിച്ചു.
അപ്പോൾ എന്ത് ചെയ്തു, ഈ ബാൽക്കണിയിലേക്ക് തുറക്കുന്ന ഡോർ എന്ത് ചെയ്യും, അത് തുറന്നു കഴിഞ്ഞാൽ ബാൽക്കണിയാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു സെറ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു റൂമിൻ്റെ എക്സ്റ്റൻഷൻ, അവിടെ ബാത്റൂമിലേക്ക് പോകാനുള്ള ഒരു ഫോയർ പോലെ ഒരു ഏരിയ ഉണ്ടാവുമല്ലോ, ഫോയർ അല്ല അതിനെന്തൊരു വാക്ക് പറയാറുണ്ട്. അപ്പോൾ അതുപോലെ ഒരു അനക്സ് പോലത്തെ ഒരു ഏരിയ, ഒരു ക്യൂബിക്കിൾ അവിടെ അടിച്ചുണ്ടാക്കി. അപ്പോൾ ബെഡ്റൂം ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് അവിടെ എടുത്തു വെക്കും. ബാൽക്കണി ഷൂട്ട് ചെയ്യേണ്ടി വരുമ്പോൾ ഈ സെറ്റ് ഇവിടുന്ന് പൊളിച്ച് മാറ്റണം. അപ്പോൾ സെറ്റ് പൊളിച്ച് മാറ്റേണ്ടതിൻ്റെ ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വലിയ ഇതാണ്. ഇത് മൊത്തം ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അസംബിൾ ചെയ്യാൻ ഒത്തിരി സമയം എടുക്കും. അപ്പോൾ ഈ ബാൽക്കണിയിലൂടെ തന്നെ കപ്പിയും കയറും ഒക്കെ കെട്ടി ഇത് ഉടഞ്ഞു പോവാതെ വേണം പുറത്തേക്ക് ഇറക്കാനും തിരിച്ചു കയറ്റാനൊക്കെ. അത് തന്നെ ഒരു 1-2 മണിക്കൂറത്തെ 2-3 മണിക്കൂറത്തെ പണിയുണ്ടാവും. അപ്പോൾ അത് നമ്മുടെ ആർട്ട് ടീമിൻ്റെയും ആർട്ട് ഡയറക്ടറിൻ്റെയും ആർട്ട് അസിസ്റ്റൻറ്റുമാരുടെയൊക്കെ കൂട്ടായ പ്രശ്നത്തിന്റെ റിസൾട്ടാണത്. അയ്യോ, ആ വീട് നമുക്ക് അവിടെ ഇങ്ങനെയുള്ളത് ഇപ്പം ആണ്. ഇപ്പൊ ഈ ഒരു ഡൈനിങ് റൂം ഉണ്ടല്ലോ, അതിൽ ആ ഡൈനിങ് റൂം അവരവിടെ തുണി വിരിച്ചിടുന്ന സ്ഥലമായിരുന്നു അവിടെ. അത് ഡൈനിങ് റൂം അല്ല, അതിങ്ങനെ ഓപ്പൺ ആയിരുന്നു. അപ്പൊ അവിടെ ഒരു സൈഡിലേക്കുള്ള ഇരുത്തി, അവിടെയുള്ള വൈറ്റ് വിൻഡോസ് ഒക്കെ ഉണ്ട്, അതൊക്കെ സെറ്റാ. അവിടെ ഒന്നുമില്ല, ഇരുത്തി ഒന്നുമില്ല, വിൻഡോയും ഒന്നുമില്ല. പിന്നെ അവിടെ ഒരു സ്റ്റെയർകേസ് ഉണ്ട്, അതും സെറ്റാ. കാരണം നമുക്ക് ആ ഡൈനിങ് ഈ പറഞ്ഞ ക്ലൈമാക്സിലും പലയിടത്തായിട്ട് മെയിൻ സ്റ്റെയർ കേസ്, അപ്പൊ പലയിടത്തായിട്ട് ഈ പറഞ്ഞ അപ്പുപിള്ള ഇറങ്ങി വരികയും കയറി പോകണം ചെയ്യുന്ന കുറെ റിക്വയർമെന്റ് ഉണ്ട് നമുക്ക്. അപ്പൊ ആ വീട്ടിലത്തെ ആക്ച്വൽ സ്റ്റെയർ കേസും പടത്തിൽ കാണിക്കുന്നുണ്ട്. അത് തുടക്കത്തിൽ മറ്റേ ആ മണിയനോട് 2 ആളെയും കൂട്ടി വരാൻ പറയണം എന്ന് പറയുന്നത്, അത് ആ ഇടനാഴിയിലത്തെ ക്രാംഡ് ആയിട്ടുള്ള ഏരിയയിലത്തെ ഭയങ്കര നേരോ സ്റ്റെയർ കേസാണ്. അപ്പൊ അവിടെ വെച്ച് നമുക്ക് നമ്മുടെ ബാക്കിയുള്ള ഡ്രാമകൾക്ക് അത്ര കംഫർട്ടബിൾ അല്ലായിരുന്നു ആ ഏരിയ. അപ്പൊ നമ്മൾ ഷൂട്ട് ചെയ്യാനും അതിന്റെ ബ്ലോക്കിങ്ങിനും ഒന്നും എളുപ്പമല്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ ഡൈനിങ് റൂം ഏരിയയിൽ നമ്മൾ ആ മൂലയിൽ നമുക്ക് ഒരു അഡീഷണൽ സ്റ്റെയർ കേസ് സെറ്റ് ഇടാം എന്ന് പറഞ്ഞിട്ട്, അത് ആക്ച്വലി റൂഫിൽ തട്ടി നിൽക്കുകയാണ്, ഓടിൽ തട്ടി നിൽക്കുകയാണ്. അത് അപ്പോൾ കുട്ടേട്ടൻ കയറി പോവുകയാണെങ്കിൽ സ്റ്റെപ്പ് കയറി പോയിട്ട് അവിടെ ചെന്ന് ഒളിച്ച് കുനിഞ്ഞു നിൽക്കുകയാണ്. അത് ആ വീട് എത്ര പറഞ്ഞാലും അത് ആർട്ട് ഡയറക്ടറിന്റെ അത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള ഫൈൻ ട്യൂൺഡ് ജോലി, പുള്ളിയുടെ ഒരു മാസ്റ്ററി ആണത്. അതൊരു ക്യാരക്ടർ തന്നെയായിട്ട് നമുക്ക് തെന്നിത്തെറിച്ച് നിൽക്കാനും പാടില്ല, അത് അവെയർ ആക്കാൻ പാടില്ല, അത് സെറ്റ് ആണെന്നുള്ള രീതിയിൽ. അത് പുള്ളിയുടെ കഴിവാണ്, പുള്ളിയുടെ ടീമിന്റെ. അവർക്കുള്ള നന്ദി. കിഷ്കിന്ധാ കാണ്ഡം എന്നുള്ള പേര് കേൾക്കുമ്പോൾ ഞാൻ 2 തരം ഓഡിയൻസിനെ കണ്ടു. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഏജ് ഗ്രൂപ്പിൽ തന്നെ ഈ പേര് കൃത്യമായിട്ട് അങ്ങ് പ്രൊനൗൺസ് ചെയ്യുന്നില്ല, ഇത് എന്താന്ന് അറിയാത്തൊരു പുതിയ കുട്ടികളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. അത് കൂടാതെ ഏജ് ആയിട്ടുള്ള ആൾക്കാർ ആ കിഷ്കിന്ധാ കാണ്ഡമാണോ, രാമായണത്തിലെ കാണ്ഡത്തിലൊന്ന് എന്നുള്ളതിൽ കാണുന്നവരും ഉണ്ട്. അപ്പോൾ ഇതിരിക്കുമ്പോഴേ നമ്മളെപ്പോഴും ആദ്യം കൂടുതലൊന്നും അറിയാതെ ഒരു സിനിമേനെ, പ്രത്യേകിച്ചും ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർ ഒരു സിനിമ കാണാൻ വരുമ്പോഴൊക്കെ അങ്ങനെ ഒരു പ്രതീക്ഷ വയ്ക്കാനുള്ള സാധ്യതയുണ്ടല്ലോ ഏതെങ്കിലും രീതിയിൽ. ഈ പേരിടുമ്പം ഒരു സംശയം ഉണ്ടായിരുന്നോ, ഇത്രയും ഒരു പുരാണം ടച്ചൊക്കെ വേണോ? അല്ലെങ്കിൽ പുരാണം ടച്ച് എന്നുള്ള രീതിയിലൊന്നും കൺസേൺ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പേര് ഈ പറഞ്ഞ ഒരു ഡിസ്കഷൻ ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ ഒരു ക്യൂരിയോസിറ്റി കുറച്ച് പേരില്ലെങ്കിൽ എല്ലാവർക്കും എത്രത്തോളം വർക്ക് ആയിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. പക്ഷെ കുറച്ച് പേരെങ്കിലും അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് നിങ്ങൾ കൊടുക്കാൻ കാരണം എന്നുള്ള രീതിയിൽ ഒരാൾ മറ്റൊരാൾ ചോദിച്ചാൽ തന്നെ അതൊരു നമ്മുടെ പടത്തെക്കുറിച്ച് നടന്നൊരു ചർച്ചയായല്ലോ. അപ്പം അത്രയൊക്കെ തന്നെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ കഥയിലെ ഇൻസിഡൻസുമായിട്ട് അതിനെ ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടെയിൽ ഓഫ് 3 വൈസ് മങ്കീസ് എന്ന് പറഞ്ഞ ക്യാപ്ഷൻ വെച്ചപ്പോൾ പിന്നെ ഡൗട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ പേരിട്ടതിന്റെ ശേഷമാണോ ഇവിടെ ഹനുമാനും നേരെ തിരിച്ചാ. ഈ ഹനുമാൻ അത് ഇനീഷ്യലി ഉള്ള ഡയലോഗിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ആ ഡയലോഗിന്റെ കാര്യം ആരോ ഞങ്ങൾ ഈ ടൈറ്റിലിന് വേണ്ടി ഡിസ്കഷൻ നടത്തുമ്പോൾ ആരോ ആ ഹനുമാനും സുഗ്രീവനും എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഡയലോഗ് ഉണ്ടല്ലോ, അവരുടെ എന്തായിരുന്നു കിഷ്കിന്ധാ അങ്ങനെ എന്തോ ഒരു രാജ്യമായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ ഭാഗമായിട്ടാണ് പെട്ടെന്ന് ഇതിലേക്ക് വന്നതും പിന്നെ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഫിക്സ് ചെയ്ത് കിഷ്കിന്ധാ കാണ്ഡമാക്കുന്നതും. ദിൻജിതേട്ടന്റെ അമ്മിണിപ്പിള്ള കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ അപ്പുപിള്ള ആയപ്പോഴേ ഞാൻ ഇതേപോലെ കമന്റ് ബോക്സിൽ കണ്ടത് ആ പിള്ള യൂണിവേഴ്സ്. അത് യാദൃശ്ചികമായി സംഭവിച്ചാണോ? യാദൃശ്ചികമായിട്ട് സംഭവിച്ചത്. അതെന്താ അമ്മിണിപ്പിള്ള എഴുതിയത് എന്നാലും പുള്ളിയുടെ സിനിമകൾ രണ്ടിലും അല്ലല്ല. ആ പേരിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞൊരു ക്യാരക്ടർ, ഈ പറഞ്ഞൊരു കാർക്കശക്കാരനായിട്ട് ആള്, ഒരു കാരണവർ ഇമേജ്, പട്ടാളക്കാരൻ, സ്ട്രിക്റ്റ് പരിപാടികളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ഒരുപാട് ലോകം കണ്ടിട്ടുള്ള ഒരാളൊക്കെ. അപ്പോൾ ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പവർഫുൾ കാരണവർ എന്ന് തോന്നിക്കുന്ന ഒരു പേര് വേണ്ട. നേരെ കുറച്ച് കോൺട്രാസ്റ്റിംഗ് ആയിട്ട് കുറച്ചും കൂടി അയാളുടെ പ്രകൃതത്തിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പേരല്ലാത്തൊരു കുറച്ചുകൂടെ ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും പേര് വേണം, കുട്ടിത്തം തോന്നുന്നൊരു പേര് എന്നൊക്കെയുള്ള രീതിയിൽ എന്തെങ്കിലും ആലോചിച്ചപ്പോഴാണ് എന്നാ പിന്നെ അപ്പുപിള്ള. അത് അധികം അങ്ങോട്ട് കേട്ട് പരിചയം തോന്നിയില്ല.
ഉണ്ടാവുമായിരിക്കും. പക്ഷെ അങ്ങനെ നമ്മൾ ഈ പറഞ്ഞ ഒരു ഇമേജിന് പേര് കേട്ടിട്ട് സിനിമയിൽ എന്തായാലും കേട്ട ശീലമില്ലാത്തൊരു പേര്. ചിലപ്പോൾ പഴയ പടങ്ങളിലൊക്കെ ഉണ്ടാവുമായിരിക്കും, അറിയാം 70s 80s ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കും. ഇപ്പൊ അത് ഞാൻ നേരിട്ട് കേട്ടിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ഒരു കൗതുകം തോന്നി. കൗതുകം ഉണ്ടാകും സിനിമ. ഈ അമ്മിണിപ്പിള്ള പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ക്യാരക്ടറിന് ഒരു കൗതുകം ഉണ്ടാകുന്നുണ്ട്. ഇതിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഇപ്പം വിജയരാഘവൻ ചേട്ടനെ ഞാൻ പണ്ട് സംസാരിച്ചപ്പം പൂക്കാലം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. അപ്പൊ എന്നോട് ഞാനിങ്ങനെ ജനറലി ചോദിച്ചതാ ഇവരുടെ ഒരു നാടക പശ്ചാത്തലം കൊണ്ടൊക്കെ പുള്ളി പറഞ്ഞു എനിക്ക് ആക്ഷൻ പറഞ്ഞാൽ ഞാൻ ആ ക്യാരക്ടറാവും, കട്ട് പറഞ്ഞാൽ ഞാൻ അത് വിടും, ഒരിക്കലും ഞാൻ അതിന്റെ ഇമോഷൻസ് കൊണ്ട് നടക്കില്ല, ആ ഭാരം നെഞ്ചി കൊണ്ടുവരുന്നത് നമ്മളെ ബാധിക്കും. പക്ഷെ അങ്ങനെ മെത്തഡ് ആക്ടേഴ്സ് നമ്മൾ പറയുന്ന അങ്ങനെയുള്ള ആക്ടേഴ്സ് ഉണ്ട്, ഞാൻ പുതിയ കുട്ടികളും ഒരുപാട് പേര് അങ്ങനെയാണ് എന്ന് പറഞ്ഞു. ഇവിടെയാണെങ്കിൽ അപ്പുപിള്ളയെ നമ്മൾ ഒരേ സമയം വെറുക്കും, സഹതാപം തോന്നും, സ്നേഹം തോന്നും, പലതും മാറി മാറി നമുക്ക് ഇയാളോട് വന്നുകൊണ്ടിരിക്കാം. അപ്പൊ വിജയരാഘവൻ ചേട്ടൻ എങ്ങനെയായിരുന്നു സെറ്റിൽ ഇതിനെ അപ്രോച്ച് ചെയ്ത്? ഈ പറഞ്ഞ പോലെ തന്നെയാണോ പുള്ളി കട്ട് കഴിഞ്ഞ പുള്ളി വിജയരാഘവനാണോ? അത് സത്യം പറഞ്ഞ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ ആരോടെങ്കിലും ചോദിക്കേണ്ടി വരും. കാരണം ഈ ഷൂട്ടിംഗ് സമയത്തെ ഈ സിനിമ ഞാൻ ഈ പറഞ്ഞ ഒരു ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ അടുത്ത ഷോട്ട് സെറ്റ് ചെയ്യാനുള്ള ഓട്ടത്തിലാണ്. അപ്പൊ അത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. കുട്ടേട്ടൻ നിങ്ങളിപ്പോ ഈ ദേഷ്യം വെറുപ്പിന്റെ ഒക്കെ കാര്യം പറഞ്ഞപ്പോ കുട്ടേട്ടൻ തന്നെ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറയായിരുന്നു പുള്ളിയുടെ അടുത്ത് ഒരുപാട് പേര് പടം കണ്ടിട്ട് പുള്ളിയെ വിളിച്ചിട്ട് അഭിപ്രായം പറയുന്നുണ്ടല്ലോ, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും പുള്ളിയുടെ അടുത്ത് പറയുന്നത് ഞങ്ങൾക്കൊന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നിയില്ല, ഭയങ്കരമായിട്ടൊരു സ്നേഹം തോന്നി, അല്ലെങ്കിൽ വീട്ടിൽ അച്ഛൻ ഓർമ്മ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇമോഷണലായി. അത് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് അവർക്ക് ഭയങ്കര പേഴ്സണലായി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ കുട്ടേട്ടൻ പറയുന്നത് ഒരു പക്ഷേ അത് കുറ്റബോധം കൊണ്ടായിരിക്കാം ചിലപ്പോൾ ആളുകൾക്ക് അങ്ങനെ തോന്നിയത്. അതായത് പടത്തിന്റെ തുടക്കം തൊട്ട് ആൾക്കാർ അപ്പുപിള്ളയെ വെറുക്കുകയാണ്, ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അതെല്ലാം വെറുത്ത് ദേഷ്യപ്പെട്ട് അവസാനം അയാളുടെ ആക്ച്വൽ വേർഷൻ കേട്ട് കഴിയുമ്പോൾ അയ്യോ ഈ മനുഷ്യനെയാണല്ലോ ഞങ്ങൾ ഇത്രയും 2 മണിക്കൂർ നേരം വെറുത്തത് എന്നുള്ള ഒരു കുറ്റബോധം കൂടെ ഏതെങ്കിലും രീതിയിൽ അതിന് കാരണമായിട്ടുണ്ടാവാന്ന് എന്നെ ഒരു വെറുതെ ഡിസ്കഷന്റെ ഭാഗമായിട്ട് വെറുതെ പറഞ്ഞത്. അപ്പോൾ ഞാനും ആലോചിച്ചത് പറയാൻ പറ്റില്ല കേട്ടോ, ചിലപ്പോൾ ശരിയായിരിക്കാം. ആസിഫ് ഖാൻ ഇറങ്ങി വരുമ്പം ഉമ്മ കൊടുക്കുന്ന അത് റീലിപ്പം അതെ 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 അത് അവർ റിലീസിന് ശേഷം ഇന്നലെയാണ് ആദ്യമായിട്ട് നേരിട്ട് കണ്ടതും തോന്നുന്നു. അതെ, പ്രൊമോഷൻ ആയിരിക്കും അവർ ചിലപ്പോൾ ആദ്യമായിട്ട് അവസാനമായിട്ട് കണ്ടിട്ടുണ്ടാവും, അതിന് ശേഷം പിന്നെ ഇന്നലെ കണ്ടത്. ഇതില് പൂക്കാലത്തിന്റെ സമയത്തും പുള്ളിയുടേതായ ഒരു ഇൻപുട്ട് എപ്പോഴും മേക്കപ്പിൽ ഉണ്ടാവുന്ന അവര് സീനിയേഴ്സ് പലരും അങ്ങനെയാണല്ലോ. ഇതിലെങ്ങനെയായിരുന്നു ഈ അപ്പുപിള്ളേന്റെ ലുക്ക് സെറ്റ് ചെയ്യുന്നതിൽ? പുള്ളിയുടെ ഇൻപുട്ട് ഉണ്ട് ഉറപ്പായിട്ടും. പുള്ളിയുടെയും റഷീദ് നമ്മുടെ മേക്കപ്പ് ചെയ്ത് റഷീദ് അഹമ്മദ് ആണ്. അപ്പോൾ റഷീദ് ഖയുടെയും കുറേ ഐഡിയാസ് ഉണ്ട്. കുട്ടേട്ടൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്കത് ഇങ്ങനെ ചെയ്യാം. കുട്ടേട്ടൻ ആക്ടിങ്ങിൻ്റെ ഒരു ലുക്ക് മാത്രമല്ല, ഇങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ മുഖം ഇങ്ങനെയും കൂടെ തോന്നും. അപ്പോൾ ഇന്ന എക്സ്പ്രഷൻസ് ഇടുമ്പോൾ അത് കുറച്ചും കൂടി ഇങ്ങനെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏതോ ഒരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടു, രാംജി റാവുടെ ഗെറ്റപ്പ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് കുട്ടേട്ടൻ കുറച്ച് ഐഡിയകൾ കുറച്ച് രാംജി റാവു എന്നുള്ള പേര് കേൾക്കും കുറച്ച് ഹൈറ്റ് ഉള്ള ആളെ പോലെ തോന്നുന്നു, പക്ഷെ എനിക്ക് അത്ര പൊക്കമില്ല. അപ്പൊ തോന്നിപ്പിക്കാൻ വേണ്ടി വലിയ ഡ്രസ്സ് ഇട്ടു, മുടി ഇങ്ങോട്ട് എടുത്തു, മീശ ഇങ്ങനെയാക്കി, അപ്പൊ ഈ സൈഡ് കുറച്ചിടത് അപ്പൊ ലോങ് ഫേസ് പോലെ തോന്നും. അപ്പൊ കുറച്ചും കൂടി ഒരു ഹൈറ്റ് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അത് പുള്ളിക്ക് തിയേറ്റർ നാടക ഫീൽഡിൽ നിന്നുള്ള എക്സ്പീരിയൻസും ഇത്രയും വർഷത്തെ സിനിമയുടെ എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് ഉണ്ടാക്കുന്ന ഏത് ലുക്കിലാണ് ഏത് എക്സ്പ്രഷൻ എങ്ങനെ ഇരിക്കുന്നുള്ള പുള്ളിയുടെ ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ. അപ്പൊ റഷീദ് കുട്ടേട്ടനും തമ്മിലുള്ള ഒരു ഞങ്ങളെടുത്ത് പറയും. അപ്പൊ നമുക്ക് മിക്കവാറും അവർ പറയുന്നത് തന്നെ ആയിരിക്കും ഏറ്റവും കറക്റ്റ്. അപ്പൊ നമ്മൾ അത് തന്നെയാണ് ശരി എന്നുള്ളത്. നമ്മൾ ഈ പറഞ്ഞ ഒരു കൊമ്പൻ മീശ വേണ്ട, കൊമ്പൻ മീശ പട്ടാളക്കാരൻ വേണ്ട, അത് വേണ്ട എന്നുള്ളൊരു ഒബ്വിയസ് റിക്വയർമെന്റ് മാത്രമേ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി വി വെർ ഓപ്പൺ. ആസിഫ് ഖാൻ ഇതിലേക്ക് ഇപ്പൊ ഞാൻ നേരത്തെ വിജയരാഘവൻ ചേട്ടനെ ചോദിച്ച പോലെ ആസിഫ് ഖാന്റെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? കാരണം അജയനായി പുള്ളി ജീവിക്കായിരുന്നു എന്നൊക്കെ വേണേ പറയാം. അപ്പൊ പുള്ളി ഇമോഷൻസ് അത്ര ക്യാരി ചെയ്തിട്ട് ഇയാൾ നടക്കുന്നത്. അപ്പൊ പുള്ളി എന്നൊരു ആക്ടർ ഈ കട്ടിനും ആക്ഷന്റെ ഇടയിൽ. നല്ല ചോദ്യം കേട്ടോ, കറക്റ്റ് ചോദ്യം. ഈ പടത്തിൽ ചോദിക്കാൻ പറ്റിയ കറക്റ്റ് ചോദ്യം. നമ്മൾ ആസിഫിയുടെ അടുത്ത് ബ്രീഫ് ചെയ്തിരുന്നത് ബ്രീഫിംഗ് കുറവായിരുന്നു. ഞാൻ ഒരു മ്യൂസിക് സ്കോർ, ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയിലത്തെ ക്വാണ്ടിഫയബിൾ കണക്ഷൻ എന്ന് പറയുന്നൊരു മ്യൂസിക് സ്കോർ ഞാൻ കട്ട് ചെയ്ത് അതിൻ്റെ ഒരു വേവ് ഫയൽ ഓഡിയോ ഫയൽ ഞാൻ ആസിഫയ്ക്ക് അയച്ചു കൊടുത്തു. പിന്നെ അത് കേട്ടോണ്ടൊക്കെയാണ് ഞാൻ ടൈപ്പ് ചെയ്യുമ്പോഴൊക്കെ അത് കേട്ടോണ്ടൊക്കെയായിരുന്നു ഇരുന്നത്. അപ്പോൾ അച്ഛൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ പോയപ്പോൾ പോലും ആ മ്യൂസിക്കൊക്കെ കേൾപ്പിച്ചുകൊണ്ടൊക്കെയായിരുന്നു പറയുകയൊക്കെ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ആസിഫയ്ക്ക് ഫോണിലേക്ക് പേഴ്സണലി അയച്ചു കൊടുത്തു. ആസിഫ എൻ്റെ അടുത്ത് ചോദിച്ചു, ഏട്ടാ നീ നിനക്ക് ചോദിച്ചെന്ന് തോന്നുന്നു, എന്താണ് എന്തെങ്കിലും ബ്രീഫ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്താണെന്ന് വെച്ചാൽ ഇനീഷ്യലി ഒന്ന് പറഞ്ഞേക്കണം, അങ്ങനെ ഒന്ന് പറഞ്ഞു. ഒന്നുമില്ല, ഇക്കൊക്കെ എന്തായാലും അറിയാലോ, നമ്മളൊന്ന് കഥ പറഞ്ഞല്ല, സ്ക്രിപ്റ്റും വായിച്ചല്ല, ഒരു മ്യൂസിക് സ്കോർ മാത്രം അയച്ചു തരാം, അത് ഫ്രീ ടൈം കിട്ടുവാണെങ്കിലൊക്കെ വെറുതെ ഒന്ന് കേട്ടോ, ഒരു മൂഡ് പിടിക്കാൻ വേണ്ടി, ഇഫ് ഇറ്റ് ഹെൽപ്സ്, വെറുതെ ഒന്ന് കേട്ട് നോക്കൂ. ഞാൻ അടിച്ചേൽപ്പിക്കുന്ന പോലെ ആവരുത്, കേട്ട് നോക്കിയിട്ട് വർക്ക് ആകുന്നുണ്ടെങ്കിൽ
പിടിച്ചു നോക്കൂ എന്നുള്ള ഇതിൽ ഞാൻ അയച്ചു കൊടുത്ത. അപ്പോൾ പുള്ളി പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് കേൾക്കാൻ തുടങ്ങി. ഷോട്ടിൻ്റെ ഇടയിലൊക്കെ ഈ പറഞ്ഞ അവസാനത്തെ ഈ നേരത്തെ പറഞ്ഞ കെട്ടിപ്പിടിക്കുന്ന സീനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഷോട്ട് സെറ്റ് ലൈറ്റപ്പ് ഒക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ആംഗിൾ സെറ്റ് ചെയ്യുന്ന സമയത്ത് ആസിക്ക് ആ പറമ്പിൽ തന്നെ, കരവനിൽ പോയില്ല, പറമ്പിൽ തന്നെ കുറച്ച് അങ്ങോട്ട് മാറി നിൽക്കായിരിക്കും. അപ്പോൾ ഇയർഫോണും വെച്ചിട്ട് ഇത് കേട്ടോണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഇവിടെ ഷോട്ട് റെഡി എന്ന് പറഞ്ഞിട്ട് അവിടെ വിളിക്കാൻ പോകുമ്പോഴത്തേക്ക് ഇക്ക റെഡിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇക്കയുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇയർഫോണൊക്കെ ഊരിയിട്ട് വന്നിട്ട് അഭിനയിക്കാൻ പോകും. അപ്പോൾ പുള്ളി ഈ പറഞ്ഞ സിറ്റുവേഷൻ ആലോചിക്കായിരിക്കും, അല്ലെങ്കിൽ അതിലേക്ക് ഒരു മൂഡിലേക്ക് എത്താൻ വേണ്ടി പുള്ളി ഇമാജിൻ വേറെ എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടാവുമായിരിക്കും. പുള്ളിയുടെ മൈൻഡ് അതിലേക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്ത് എത്താൻ വേണ്ടിയിട്ട്. അതെന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല, പക്ഷേ അത് തന്നെ. പിന്നെ ഈ പറഞ്ഞൊരു ആ 40 ഡേയ്സും ഈ പറഞ്ഞൊരു ആസിക്കയുടെ, ഞാൻ മുന്നേ ആസിക്കയുടെ അടുത്ത് കൂടെ മറ്റു വർക്കുകൾ വർക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ആ രീതിയിലേ ആയിരുന്നില്ല നമ്മുടെ ഈ സെറ്റിൽ. ഈ സിനിമയിൽ കാണുന്ന അജയചന്ദ്രന്റെ ഒരു മിതത്വം ഉണ്ടല്ലോ, ഒരു സോഫ്റ്റ്നെസ് ഉണ്ടല്ലോ, ഒരു സോഫ്റ്റ്നെസ്, ഒരു സാധാരണക്കാണ്, വയസ്സാണ്, സോഫ്റ്റ് സ്പോക്കൺ ആണ്, ഭയങ്കര തുള്ളിച്ചാട്ടങ്ങളില്ല. അപ്പൊ ആ രീതിയിലുള്ള ഒരു ഭയങ്കര ലൈക്കബിൾ അയാളോടൊപ്പം നിന്ന് പോവാണ്. അതെ അതെ, നമ്മൾ ഏതോ സിനിമയിലൊക്കെ ലാലേട്ടനൊക്കെ ഉണ്ടായിരുന്നില്ലേ, നിസ്സഹായ അവസ്ഥയോട്. പക്ഷെ ലൈക്കബിൾ ആണ്. ഈസ് എ കംഫർട്ടബിൾ പേഴ്സൺ ടു ബി വിത്ത് എന്ന് തോന്നിപ്പിക്കണം, അല്ലെങ്കിൽ അയാളോട് ഒരു ഇഷ്ടക്കുറവ് തോന്നരുത്, സ്നേഹം തോന്നണം, സഹതാപം അയാളുടെ അവസ്ഥയോട്, അതന്നെ ഒരു കാം ഗൈ, നൈസ് ഗൈ എന്നുള്ള രീതിയിൽ തോന്നിക്കണം എന്നൊക്കെയുള്ള രീതിയിലുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ആക്ച്വലി ആ 40 ഡേയ്സ് ഷൂട്ട് നടക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തും ഞങ്ങൾ ഹോട്ടലിൽ കാണുമ്പോഴോ അല്ലെങ്കിൽ ഷൂട്ട് കഴിഞ്ഞ് പോകുമ്പോഴും ഒക്കെ പതിവായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുന്നിലുള്ള സിനിമകളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോട്ട് കഴിഞ്ഞാൽ പിന്നെ പുള്ളി അതിനിടയിൽ ഫൺ അടിച്ചുകൂടി വർത്താനം കാര്യങ്ങൾ ഒക്കെ ഉണ്ടാവും. ഇടയ്ക്ക് ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടും ചിലപ്പോൾ രാത്രി മീറ്റ് ചെയ്യുകയൊക്കെ ചെയ്യും ഹോട്ടലിൽ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിന് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിൽ ഭയങ്കര കാം, ഏകദേശം ഈ ലൈഫ് തന്നെ ആയിരിക്കും, ഏകദേശം ചെറിയ രീതിയിലെങ്കിലും ഈ ലൈഫ് തന്നെയാണ് ആസിക്ക് ജീവിച്ചത്. ഇപ്പൊ ഇതില് ജഗദീഷ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, 5 സീൻ നിങ്ങൾ കണ്ട അടുത്ത 5 സീൻ നിങ്ങൾ ഊഹിച്ചാൽ അതായിരിക്കില്ല നടക്കുക, വേറെ ആയിരിക്കും. ടോട്ടലി നിങ്ങൾക്ക് ഊഹിക്കുന്നതിന്റെ അപ്പുറമായിരിക്കും അടുത്ത 5 സീൻ. ഒരു ഇന്റർവ്യൂവിൽ മുമ്പ് പ്രമോഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അൺപ്രഡിക്റ്റബിൾ ആവുക എന്നുള്ളതൊരു ബാധ്യതയായി നമ്മൾ അതിൽ തലയിൽ ആലോചിക്കുന്നതാണോ, അല്ലെങ്കിൽ തോന്നുമ്പോൾ സീനുകൾ എഴുതുന്നത് പിന്നെ റീചെക്ക് ചെയ്യുകയാണോ ചെയ്യുക? തോന്നുമ്പോൾ എഴുതി പോവുള്ളൂ. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അൺപ്രഡിക്റ്റബിൾ ആയിരിക്കണം, സസ്പെൻസ് ഉണ്ടാവണം, ട്വിസ്റ്റ് ഉണ്ടാവണം എന്നുള്ളതൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഈ പറഞ്ഞ കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഡ്രമാറ്റിക് മൊമെന്റ്സ് വരണം, കോൺഫ്ലിക്റ്റുകൾ വരണം, അങ്ങനെ ഒരു പ്ലോട്ട് ഉണ്ടാക്കി എടുക്കണം എന്ന് ആലോചിച്ചിട്ടുള്ളൂ. ഞാൻ ഇപ്പോൾ തൊട്ട് മുന്നേ സംസാരിച്ചിരുന്ന ഒരാളുടെ അടുത്തും പറഞ്ഞു, ഈ രോഗപ്രതിരോധ ശേഷി, ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഒരാളുടെ പ്രെഡിക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി. എല്ലാ ഓഡിയൻസും ഒരേ എബിലിറ്റി അല്ലല്ലോ. ചില ഓഡിയൻസിന് ഒന്നും മനസ്സിലാവില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ. ചില ആൾക്കാർക്ക് കുറച്ച് സാധനങ്ങൾ സെൻസ് ചെയ്യാൻ പറ്റും. വേറെ ചില ആൾക്കാർക്ക് ഒത്തിരി സിനിമകളൊക്കെ കാണുന്ന ഒരാൾക്ക് അതിൻ്റെ ഒരു അൽഗരിതം വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇങ്ങനെ കണക്ട് ചെയ്യാൻ സാധ്യത എന്നുള്ളതിൽ ഫുൾ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അത് നമ്മുടെ കയ്യിലല്ല. അപ്പോൾ എല്ലാവരെയും സർപ്രൈസ് ചെയ്യിക്കാൻ, ഞെട്ടിക്കാൻ ഒരിക്കലും നമുക്ക് പറ്റില്ല. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ശ്രമിക്കണം എന്ന് തീരെ മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പോൾ ഡ്രമാറ്റിക് മൊമെന്റുകൾ, സിറ്റുവേഷനുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക വൺ ആഫ്റ്റർ ദി അതർ എന്നുള്ളതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ക്രൈറ്റീരിയ. അപ്പോൾ ഈ പ്രെഡിക്റ്റബിലിറ്റി നഷ്ടപ്പെട്ടല്ല, എല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞ ഒരാൾക്ക് പോലും വാച്ചിങ് എക്സ്പീരിയൻസ് എൻഗേജിങ് ആവാൻ വേണ്ടി അതിൽ എന്തെങ്കിലും ഡ്രാമ ഉണ്ടാവണം. നമ്മളിപ്പോൾ സസ്പെൻസ് ത്രില്ലർ ആയിട്ടുള്ള പടങ്ങൾ തന്നെ, ചില പടങ്ങൾ നമ്മൾ സസ്പെൻസ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പോഴും പലതവണ ഇപ്പോഴും കാണുന്നില്ല, പണ്ടൊക്കെ ഇറങ്ങിയ പടങ്ങൾ. അതിലുള്ള ഡ്രമാറ്റിക് മൊമെന്റുകളും സിറ്റുവേഷനും കോൺഫ്ലിക്റ്റുകളും ഒക്കെ ആയിരിക്കും നമുക്ക് വീണ്ടും അത് കാണാൻ തോന്നും. നേരെ മറിച്ച് അതൊന്നുമില്ല, ഓൺലി ആ ക്ലൈമാക്സിലുള്ളൊരു സർപ്രൈസ് ട്വിസ്റ്റിന് വേണ്ടി മാത്രമായിരുന്നു ആ പടം അന്ന് പക്കായതെങ്കിൽ ചിലപ്പോൾ ആ ട്വിസ്റ്റ് അറിഞ്ഞതുകൊണ്ട് ചിലപ്പോൾ അത് ഇപ്പം നമുക്ക് ട്വിസ്റ്റ് അറിഞ്ഞല്ലോ, ഇനിയിപ്പോൾ അതിലെന്താ പ്രത്യേകിച്ച് കാണാം. അപ്പോൾ ആ ട്വിസ്റ്റിന് പുറമെ അതിൽ കുറേ ഡ്രാമാറ്റിക് ഇൻസിഡന്റ് കൂടി ഉണ്ടെങ്കിലായിരിക്കും നമുക്ക് റീവിസിറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആലോചിക്കാനോ ചെറിഷ് ചെയ്യാനോ ഒക്കെ തോന്നുക എന്നൊക്കെ എനിക്ക് തോന്നി. ഇതൊക്കെ സത്യമാണെന്ന് പറഞ്ഞാൽ ഞാൻ ജനറലൈസ് ചെയ്ത് തിയററ്റിക്കലായിട്ട് പറയുന്നതൊന്നുമല്ല, എനിക്ക് തോന്നിയ കാര്യങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യുന്നുള്ളത്. ഈ തോന്നലൊക്കെ മാറാം, നാളെ വേറെ വർക്ക് വരുമ്പോൾ അന്ന് ചിന്തിച്ചൊക്കെ തെറ്റായിരുന്നു എന്നും തോന്നാം. ഈ ഹഗ്ഗിങ് സീന് നമ്മൾ പറയാൻ വിട്ടുപോയി, അതെങ്ങനെയാ അതിന് പ്ലാൻ ചെയ്യുന്നത്? അത് സാധാരണ നമ്മൾ പല രീതിയിൽ ഇപ്പൊ ഹഗ് ചെയ്യും, നേരിട്ട് വന്ന് അങ്ങനെ. ഇത് പുറകിൽ കൂടെ ഒരു ഹഗ് ആയിരുന്നു. അത് സ്ക്രിപ്റ്റിൽ തന്നെ അങ്ങനെയായിരുന്നു എഴുതിയത്. കുട്ടേട്ടൻ പറഞ്ഞ അപ്പുപിള്ള ജനലിൽ കൂടെ അജയൻ കാണുന്നു ദൂരെ എവിടെയോ, അപ്പുപിള്ള കത്തിക്കുന്നു, അജയൻ അങ്ങോട്ട് ചെന്ന് നിൽക്കുന്നു. അപ്പോൾ അപ്പുപിള്ളയ്ക്ക് 4 അടി പുറകിലായി അജയൻ വന്ന് നിന്നു. അപ്പോൾ അപ്പുപിള്ള തിരിഞ്ഞു നോക്കാതെ തന്നെ അപ്പുപിള്ള ഡയലോഗ് പറഞ്ഞു. അവൻ്റെ പ്രസൻസ് സാന്നിധ്യം മനസ്സിലാക്കിയിട്ട് അപ്പുപിള്ള ഡയലോഗ് പറഞ്ഞ് തുടങ്ങുകയാണ്. അപ്പോൾ ഈ 2 പേർക്കും പരസ്പരം ഫേസ് ചെയ്യാനുള്ളൊരു മടി ഉണ്ടാവും. എസ്പെഷ്യലി അപ്പുപിള്ളയ്ക്ക് ഇതുണ്ടാവും ഈ പോയിന്റുകൾ പറയുമ്പോൾ. അപ്പോൾ പുള്ളി പോലും 2-3 ഡയലോഗുകൾ പറഞ്ഞ് സംസാരിച്ചതിന് ശേഷമാണ് ഒരു പർട്ടിക്കുലർ ചോദ്യം ചോദിക്കാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് ഒന്ന് ഒരു പ്രൊഫൈലായിട്ടെങ്കിലും ഒന്ന് നോക്കുന്നത്.
അപ്പോൾ അത് തന്നെ ആ രണ്ടുപേർക്കും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ഒരാൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ട്, അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് പോലുമല്ല. കാരണം അയാൾ ഇത് ആരും അറിയിക്കാതെ വെറുതെ പോയിട്ട് കത്തിക്കാൻ പോയ ഒരാളാണല്ലോ. അപ്പൊ ഇവൻ ഇവിടെ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ആ കമ്മ്യൂണിക്കേഷൻ പോലും അവന്റെ മുഖത്ത് നോക്കി നടത്താൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് മുഖത്ത് നോക്കാതെ പരമാവധി ആ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നു. അജയനാണെങ്കിൽ ഒരിക്കലും ഇതൊക്കെ ഈ കമ്മ്യൂണിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ മുന്നിൽ പോയി നിൽക്കാൻ പറ്റുന്ന ഉറപ്പായിട്ട് അതിനുള്ളൊരു സിറ്റുവേഷനിലായിരിക്കില്ല. അപ്പൊ ഒരിക്കലും അവൻ നിന്നെടുത്ത് തന്നെ നിന്ന് പോവുള്ളൂ. അപ്പൊ അവസാനം ആ ഡയലോഗ്സ് ഒക്കെ പറഞ്ഞു കഴിയുമ്പോൾ ഇനി എന്താണ് അത്രയും നാളായിട്ട് ഉള്ളിൽ ഒതുക്കിയ സാധനങ്ങളൊക്കെ ഈ പറഞ്ഞൊരു അണപൊട്ടി ഒഴുകുന്നത് പോലെ ഇനി എനിക്കൊന്നും പറയാനില്ല, ഞാൻ എന്നെ അങ്ങോട്ട് എടുത്തോളി എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കുന്ന രീതിയില് അങ്ങനെയായിരുന്നു അതിന്റെ എഴുത്തിൽ തന്നെയുള്ള ഡിസൈൻ. ഷൂട്ടിംഗ് സമയത്തുള്ളത് നമ്മൾ 2 ഓപ്ഷനും എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ കുട്ടേട്ടന്റെ ക്ലോസ് ഇപ്പൊ കാണുന്ന ഷോട്ട്, അതിലേക്ക് ആസിക്ക വന്ന് കെട്ടിപ്പിടിക്കുന്നു. അത് തന്നെയാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടം. അങ്ങനെ തന്നെ വെക്കാം, അങ്ങനെ കാണും, ഒറ്റ ഷോട്ടായിട്ട് തന്നെ പോകാൻ. പക്ഷെ നമ്മൾ എന്തായാലും ഒരു സേഫ്റ്റിക്ക് എഡിറ്റിൽ വേറെ എന്തെങ്കിലും രീതിയിലോ മ്യൂസിക്കലിയോ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കുറച്ചും കൂടെ ഒരു ക്ലിക്ക് കൊടുക്കാൻ വേണ്ടി ഒരു കട്ട് അവിടെ ഉള്ളത് നല്ലതാണെന്നെങ്കിലും ചിലപ്പോൾ എഡിറ്റിലെത്തിയിട്ട് തോന്നിയെങ്കിലോ എന്നുള്ളത് കൊണ്ട് നമ്മളൊരു സേഫ്റ്റി ഓപ്ഷനും കൂടെ എടുത്തു. ആസിക്കയുടെ ഫേസിൽ നിന്ന് തുടങ്ങി ആസിക്ക സ്പീഡിൽ നടന്നു വന്ന് കുട്ടേട്ടനിലേക്ക് എത്തി കെട്ടിപ്പിടിക്കുന്ന ഒരു ഷോട്ടായിട്ട് എടുക്കാമെന്നും കൂടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളതങ്ങനെ പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് കുട്ടേട്ടൻ, ഇത് ആസിക്ക. അപ്പോൾ ഞാൻ ആസിക്കയുടെ അടുത്ത്, ഹാൻഡ് ഹെൽഡ് ആണ്, ആസിക്കയുടെ അടുത്ത് നിൽക്കുന്നു, ആക്ഷൻ പറയുന്നു, ആസിക്ക നടന്നു വന്നിട്ട് കുട്ടേട്ടനെ കെട്ടിപ്പിടിക്കണം. അപ്പം ഞാൻ ഇതിൻ്റെ ഒപ്പം നടന്ന് നടന്നു വന്നിട്ട് ഇങ്ങനെ ആവുകയാണ് വേണ്ടത്. ഒരു പ്രൊഫൈലിഷ് ആയിട്ടാണല്ലോ വരുന്നത്. അപ്പൊ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ച് അവിടെയായിട്ട് നമ്മുടെ ക്രൂവിലത് 2 പേര് അവിടെ നിൽക്കുന്നുണ്ട്. അവർക്ക് ഫ്രെയിമിൽ വരാൻ സാധ്യതയുണ്ടെന്നുള്ള അവർ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ വരാൻ സാധ്യത ഉണ്ട് എന്ന് കണ്ടപ്പോൾ അവര് മറ്റേ ചില സിനിമയിലെ സ്ലാപ്സ്റ്റിക് കോമഡി പോലെ 2 പേരും കൂടി താഴേക്ക് തോട്ടിലേക്ക് ചാടുകയൊക്കെ ചെയ്തു. തോടല്ല, ഒരു വലിയൊരു പാതാർ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിലേക്ക് കാട്ടിലേക്ക് എടുത്ത് ചാടി. അപ്പൊ ഞാൻ ഈ അന്ന് ക്യാമറയുടെ ഐപീസിലൂടെ ഒരു ഭാഗം കാണുന്നുണ്ട്, നെയ്ക്കടയിലൂടെ ഇവരിവിടെ കാണുന്നുണ്ട്. അപ്പൊ പണി പാളാൻ സാധ്യതയുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെ ഫീൽഡിൽ വന്നിട്ട് ആ കാരണം കൊണ്ട് ഇത് റീടേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ, കാരണം നല്ല ബുദ്ധിമുട്ടാണല്ലോ ഇങ്ങനെയുള്ള സീക്വൻസ് ഒക്കെ അഭിനയിക്കുന്നത്. അതെ അതെ. അപ്പൊ ആർട്ടിസ്റ്റിന് രീതിയിൽ ഒരു മാനസിക പ്രയാസം വരരുത്, അവർക്ക് ഇറിറ്റേഷൻ തോന്നരുത്, അവരെടുത്ത എഫേർട്ട് ഇങ്ങനെ ഒരു അശ്രദ്ധ കൊണ്ട് പാളിപ്പോയി എന്ന് അവർക്ക് തോന്നരുതെന്നൊക്കെ ഉള്ളത് കൊണ്ട്, പിന്നെ പ്ലസ് അവരെ സേവ് ചെയ്യണമെന്നും കൂടി എനിക്കുണ്ടായിരുന്നു. ഇതെങ്ങനെ ഇഷ്യൂ ആയി കഴിഞ്ഞാൽ ഇവരുടെ കയ്യിൽ അവർക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒന്ന് അവര് ചാടി സേഫ്റ്റിക്ക്, എന്നാലും ഞാൻ എന്റെ ഭാഗത്ത് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എത്തുമ്പോൾ ഒന്ന് ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തു. അപ്പൊ ആ ഓപ്പറേഷൻ ഇതിൽ അറിയുകയും ചെയ്യുന്നുണ്ടായിരുന്നു ചെറിയ രീതിയിൽ. അപ്പോൾ പക്ഷെ അന്ന് അതിനുവേണ്ടി റീടേക്ക് എടുക്കാൻ അവരത്രയും അതിലും കിഡിലുമായിട്ട് പെർഫോം ചെയ്തായിരുന്നു ഈ പറഞ്ഞ ഷോട്ടിലും. അപ്പൊ 2 ഷോട്ട് ഓൾറെഡി ഇത്രയും കിടിലം പെർഫോമൻസ് ചെയ്തു. എന്നിട്ട് പിന്നെയും ഈ ഒരു കാരണത്തിന് വേണ്ടി ഒരു തവണ കൂടെ റീടേക്ക് എടുക്കണ്ട എന്നുള്ളത്, ഒരു മാജിക് സംഭവിക്കുമല്ലോ. പിന്നെ അത് അവരുടെ അടുത്ത് പറയാനും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നി. പിന്നെ എന്തായാലും വി വെർ ഹാപ്പി. ഫസ്റ്റ് ടേക്കിലുള്ള സാധനം തന്നെ ഗംഭീര സാധനമായിരുന്നു. അപ്പോൾ ഇത് വർക്കായില്ലെങ്കിൽ അത് വെക്കാന്നുള്ളത് ഉറപ്പായിട്ട് നമ്മൾ സേഫ്റ്റി ഓപ്ഷൻ ഉണ്ടല്ലോ. അപ്പൊ അത് അങ്ങനെ പിടിച്ചിട്ട് പോയി. എഡിറ്റബിളിൽ എത്തിയപ്പോൾ മറ്റേത് തന്നെ വെച്ച് പോകാന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനിച്ചു. ഇതിൽ കുരങ്ങൻ എന്നുള്ളത് തുടക്കത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്, ചിലതൊക്കെ ആനിമേറ്റഡ് ആണ് എന്നുള്ള രീതിയിലും അല്ലാതെയും ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഈ സ്ഥലത്ത് കുരങ്ങനുള്ള സ്ഥലങ്ങളായിരുന്നു? അല്ല, കുരങ്ങ് നമ്മൾ സെപ്പറേറ്റ്ലി അതിരപ്പള്ളിയിൽ ഒരു ദിവസം പോയിട്ട് കുരങ്ങിന്റെ ബി റോൾസ് ആയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യല്ലോ. ഈ ഏരിയ അല്ല, ഈ ഏരിയ അല്ല, മെയിൻ ഷെഡ്യൂളിന്റെ കൂട്ടത്തിൽ ഷൂട്ട് ചെയ്തതല്ല. അത് നമ്മൾ ഇതിന്റെ കൗണ്ടർ ഷോട്ടുകളൊക്കെ ഷൂട്ട് ചെയ്തു. ഇവര് നോക്കുമ്പോൾ കാണേണ്ട കുട്ടേട്ടൻ ഇപ്പൊ കുരങ്ങനെ കാണും, കുട്ടേട്ടന്റെ ആംഗിൾസ് മൊത്തം ഷൂട്ട് ചെയ്തു. എന്നിട്ട് മങ്കീസ് ധാരാളം ഉള്ള ഏരിയയിൽ പോയിട്ട് അതിരപ്പള്ളിയിൽ പോയിട്ട് ഒരു ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കുറേ ഓപ്ഷൻസ് ഷൂട്ട് ചെയ്തെടുത്തു. പല രീതിയിൽ നമുക്ക് ആ മറ്റേ ആംഗിളായിട്ട് മാച്ച് ചെയ്യണം, ലുക്ക് മാച്ച് ചെയ്യണം, ഡയറക്ഷൻ മാച്ച് ചെയ്യണം. അങ്ങനെ കുറേ എടുത്തു വെച്ചു. എന്നിട്ട് നമ്മളത് എഡിറ്ററെ ഏൽപ്പിച്ചു. ബാക്കി എഡിറ്റർ സൂര്യചേട്ടനാണ് അതിൽ നിന്ന് ബെസ്റ്റ് പിക്ക് ചെയ്തെടുത്തിട്ട് വെച്ചത്. അത് എനിക്കും കണ്ടപ്പോൾ ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. നമ്മളിത് ഷൂട്ട് ചെയ്ത് കൊടുത്തു എന്നല്ലാതെ ആ സമയത്ത് അത് ആ എഡിറ്റിൽ അത് ഇത് ഫൈനൽ കട്ടല്ല, റഫ് കട്ട് ആക്കുന്ന സമയത്ത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഫൈനൽ എഡിറ്റിലായിരുന്നു ഞാൻ ഇരുന്നത്, ഡബ്ബൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ ചെന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ റഫ് കട്ടിൻ്റെ സമയത്ത് അപ്പൊ ഇത് ഞാൻ പോയി കാണുമ്പോൾ തന്നെ ഈ സാധനമൊക്കെയാണ് നിങ്ങൾ പ്ലേസ് ചെയ്തല്ലേ എന്നുള്ളത് ഞാൻ പ്രതീക്ഷിക്കാത്ത സാധനങ്ങളായിരുന്നു, അല്ലെങ്കിൽ കുരങ്ങിന്റെ ഇൻസേർട്ടുകളായിരുന്നു സൂര്യേട്ടൻ പ്ലേസ് ചെയ്തിരുന്നത്. അപ്പൊ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലാത്ത ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ അതിലേതോ ഒരു ഷോട്ടിൽ കുരങ്ങ് ഇങ്ങനെ ചെവി കൊണ്ട് ഇങ്ങനെയാക്കുന്നൊരു ഇതുണ്ട്. കുട്ടേട്ടൻ നോക്കുമ്പോൾ കുരങ്ങ് ഇങ്ങനെ ചെവി കൊണ്ട് ഇങ്ങനെ ശ്രദ്ധിക്കുന്ന പോലെ ഒരു ജസ്റ്റർ ഉണ്ട്. അപ്പൊ അതൊക്കെ സൂര്യേട്ടൻ പിക്ക് ചെയ്തിട്ടതാ. അതൊക്കെ പുള്ളിയുടെ ഒരു ക്രിയേറ്റീവ്. അതേപോലെയാണ് മുജീബ് എടുത്തു പറയേണ്ടതാണ്. അതിലൊരു നോർത്ത് ഈസ്റ്റ് പാട്ട് വരുന്നുണ്ട്. ഇദ്ദേഹം അവിടെ ആയിരുന്നുകൊണ്ട് അത് കേട്ട് അപർണത് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് അല്ലെ? അങ്ങനെ ഒന്ന് ആലോചിക്കുന്നത് എങ്ങനെയാ? അങ്ങനെ ഒന്ന് ആലോചിക്കുന്നത്, ഇത് ആദ്യം കിഷ്കിന്ധാടനത്തിന് മ്യൂസിക് ചെയ്യാനായിരുന്നു സുഷിനായിരുന്നു.
അപ്പോൾ സുഷീൻ്റെ അടുത്ത് നമ്മൾ കഥയൊക്കെ പറഞ്ഞ് പുള്ളി ഇൻട്രസ്റ്റഡ് ആയി, നമുക്കിത് ഉഷാറാക്കാം, അടിപൊളിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ വരികയാണ്. അപ്പോൾ ഞങ്ങൾ വന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ സുഷിനെ കിട്ടിയല്ലോ, സുഷിനെ പ്രൊജക്റ്റിൽ കിട്ടി. അപ്പോൾ ഞാൻ സുഷിൻ്റെ വലിയ ഫാനുമാണ്. അപ്പോൾ സുഷിൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു ഓക്കെ മ്യൂസിക് ഡയറക്ടറുടെ ഒരു 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 പൊട്ടൻഷ്യൽ ഒന്ന് പുഷ് ചെയ്യാന്നല്ല, എന്തുകൊണ്ടോ പുള്ളി ചെയ്യുന്ന രീതിയിൽ ഇങ്ങനത്തെ ഒരു മ്യൂസിക് പീസ് കേട്ടാൽ കൊള്ളാമെന്ന് എനിക്കൊരു ഫാൻ എന്നുള്ള രീതിയിൽ ഒരു ആഗ്രഹം തോന്നി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സുഷിനെ കിട്ടിയത് കൊണ്ട് മാത്രം അതിന് ആ ഡയലോഗ് എഴുതി ചേർത്ത. അത് ആദ്യം എഴുതിയ തിരക്കഥയിൽ ആ ഡയലോഗ് ഇല്ലായിരുന്നു. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ റേഡിയോയിൽ ഇങ്ങനെ നോർത്ത് ഈസ്റ്റ് പോക്ക് കേൾക്കുന്നു. അപ്പോൾ പറഞ്ഞ അതിന് വേണ്ടി ഇന്ററാക്ട് ചെയ്യുന്നു, അച്ഛൻ അരുണാചലിലായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ സുഷിന്റെ ഒരു മ്യൂസിക് അവിടെ കേൾപ്പിക്കാം എന്നുള്ള രീതിയിൽ പിന്നെ അത് വേണമെങ്കിൽ ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് അങ്ങോട്ട് പോകും. നമുക്ക് പണ്ടൊക്കെ യോദ്ധയിലത്തെ മ്യൂസിക് ഒക്കെ ആ പടത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് ആ സ്കോർ വരുമല്ലോ. അപ്പൊ എന്ന് പറഞ്ഞൊരു സുഷിൻ അങ്ങനെ ഒരു എനിഗ്മയുള്ള ഒരാളാണല്ലോ. അപ്പോൾ പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലും ഒരു മാജിക്ക് സംഭവിക്കുമോ, അങ്ങനെ സ്കോർ കിട്ടിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് എനിക്കെങ്കിലും ഒന്ന് കേട്ട് രസിക്കാമല്ലോ എന്നുള്ള രീതിയിൽ അതിന് വേണ്ടി എഴുതി വെച്ചായിരുന്നു. പക്ഷെ നമ്മുടെ സ്കോർ തുടങ്ങാറാകുമ്പോഴത്തേക്ക് സുഷിൻ വേറെ പടങ്ങളുടെ തിരക്കിലായി, നമുക്ക് ടൈറ്റായിട്ട് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. ആവേശത്തിൻ്റെ ആയിരുന്നു തോന്നുന്നു. അപ്പോഴാണ് നമ്മൾ അടുത്ത ഓപ്ഷൻ എന്നുള്ള രീതിയിൽ മുജീബുക്കായിട്ട് എനിക്ക് പണ്ട് തൊട്ടേ അടുപ്പമുള്ള ആളാണ്. ഞാൻ പണ്ട് സിനിമയിൽ ഷോർട്ട് ഫിലിംസ് ഒക്കെ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ള പരിചയമുണ്ട്. അപ്പോൾ പുള്ളിയുടെ കാലിബർ കഴിവ് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവാർഡ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഭയങ്കര ആക്റ്റീവായിട്ട് ഇവിടുത്തെ പല പോപ്പുലർ മ്യൂസീഷ്യൻസിൻ്റെയും കൂടെ പ്രോഗ്രാമേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കന്നഡത്തിൽ രഘു ദീക്ഷിത്തിൻ്റെ ഉണ്ടായിരുന്നു, ഇവിടെ ഗോപിസുന്ദറിൻ്റെ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ പല പടങ്ങളിലും കേട്ടിരുന്ന പല ഭാഗത്തെ പല അടിപൊളി സ്കോറുകളൊക്കെ അതായിരുന്നു. അപ്പൊ ഈ പറഞ്ഞവര് അത് തന്നെ. അപ്പൊ ഒരു ഫ്രണ്ട്സ് വൈബ് ഉണ്ടാകുമ്പോൾ ഗിവ് ആൻഡ് ടേക്കിനുള്ള ഒരു പോസിബിലിറ്റി കൂടുതലാണ്. പുള്ളി ഈ പറഞ്ഞൊരു പുള്ളി ഇനിയായിരിക്കും ഞാൻ മുജീബിക്കാനെ കൂടുതൽ നമ്മുടെ സിനിമ യൂസ് ചെയ്യാൻ പോവുക. പുള്ളി അത്രയും പൊട്ടൻഷ്യൽ ആൻഡ് കാലിബർ ഉള്ള ഒരാളാണ്. ഒരു അൺഓർത്തഡോക്സ് ആയിട്ടുള്ള തോട്ടുകളും പ്യുവർ ഒറിജിനൽ തോട്ടുകളും ആസ്പിറേഷൻസ് ഒക്കെ ഉള്ള ആളാണ്. കക്ഷി അമ്മിണി പിള്ളയിലേക്ക് പോയല്ലേ, വയ്യാരം ബേസിലായിട്ട് ഇപ്പൊ ഇങ്ങനെ തിളങ്ങി നിൽക്കുമ്പോ എനിക്കത് ചോദിക്കാതിരിക്കാൻ വയ്യ. എങ്ങനെയായിരുന്നു ആ പാട്ട്, അന്നത്തെ ഷൂട്ടിംഗ് ഓർമ്മ? എനിക്ക് ആ കസേരയിലൊക്കെ ഉള്ള പുള്ളിയുടെ ഓർമ്മ. ഷൂട്ടിംഗ് ഓർമ്മേനേക്കാളും അന്ന് സെലിബ്രേറ്റ് ചെയ്യപ്പെടാണ്ട് പോയ അങ്ങനെയല്ല, സെലിബ്രേറ്റ് ചെയ്യപ്പെടേണ്ട ഒരു മ്യൂസിക് ഡയറക്ടറാണ് സാമു ലബി എന്ന് തോന്നിയിട്ടുണ്ട്. ആ പാട്ട് ചെയ്ത സാമു ലബി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കക്ഷിയാണ്. അപ്പം നമുക്ക് ഇനീഷ്യലി വേറൊരു മ്യൂസിക് ഡയറക്ടർ ആയിരുന്നു ശരിക്കും. അരുൺ മുരളീധരൻ 2 പാട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാതെ വേറെ മ്യൂസിക് ഡയറക്ടറും കൂടെ അന്ന് ഇനീഷ്യലി ഇൻവോൾവ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഷൂട്ട് തുടങ്ങി. ഇപ്പോൾ ഈ കല്യാണ സീക്വൻസ് തുടങ്ങാനിരിക്കുകയാണ്. ഷൂട്ട് ഒരു 3-4 ദിവസത്തിനപ്പുറം ആ ഷൂട്ട് തുടങ്ങാനിരിക്കുകയാണ്. അപ്പോൾ ഈ സോങ് മാത്രം, ഇത് സോങ് വെച്ചിട്ടില്ല നമുക്ക് ഷൂട്ട് ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഈ പറഞ്ഞ മ്യൂസിക് ഡയറക്ടർ ചെയ്ത് കിട്ടുന്ന ഓപ്ഷൻസ് ദിഞ്ചിതേട്ടനും സലേഷ് ഭായിക്കൊന്നും സാറ്റിസ്ഫൈ ആകാതെ അവർ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു പരിപാടി കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ അത് നടപടിയാവില്ല, ആ മ്യൂസിക് ഡയറക്ടറുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ കിട്ടില്ലായിരിക്കും എന്ന് പറയുന്നൊരു സ്റ്റേജ് വന്നു. അപ്പോൾ 2 ദിവസം കൂടെ ഉള്ളൂ ഷൂട്ട് ചെയ്യാൻ, പാട്ടില്ല എന്ന് പറയുന്ന ഘട്ടം വന്നു. അപ്പോൾ ആ സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറായിരുന്നു ഷാഫി ചമ്മാട് ആണ് പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ഒരാളുണ്ട്, അത് പുള്ളിയുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു സുഹൃത്തുണ്ട്, അവരുടെ നാട്ടിൽ എന്തോ ചില പ്രോഗ്രാമുകളായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ ഷാഫിക്കയ്ക്ക് അടുപ്പുള്ള ഒരാളാ എന്തോ, പുള്ളിയുടെ കഴിവ് ഷാഫിക്കയ്ക്ക് നല്ല കൺവിക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി കോൺഫിഡൻസോട് കൂടി പുള്ളി ഒരാളെ പ്രസന്റ് ചെയ്യും. സാമുൽ ലബി എന്ന് പറഞ്ഞൊരു കക്ഷിയാണ്, ഞാൻ അവനെ ഒന്ന് വിളിക്കാം, നിങ്ങളൊന്ന് പറയുക, അവനൊന്ന് ചെയ്തു നോക്കട്ടെ, വർക്കൗട്ട് ആവോ ഇല്ലയോ എന്നുള്ളത് നോക്ക്, എന്നിട്ട് നമുക്ക് ഡിസൈഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇമ്മീഡിയറ്റ്ലി അടുത്ത വണ്ടിക്ക് തന്നെ പുള്ളി അവിടെ നിന്ന് കയറുന്നു, ഇവിടെ ഹോട്ടൽ റൂമിൽ വരുന്നു. പുള്ളി ആദ്യം ചെയ്ത് കേൾപ്പിക്കുന്നത് തന്നെ ഇത് തന്നെയായിരുന്നു, അതോ മറ്റേ തലശ്ശേരി പാട്ടായിരുന്നു എന്ന് ഓർമ്മയില്ല. ഞാൻ അവിടെ ഇല്ലായിരുന്നു, ഞാൻ അതിൽ സിനിമാറ്റോഗ്രാഫർ മാത്രമായിരുന്നല്ലോ. പക്ഷേ ഇവർ പറഞ്ഞിട്ടാണ് ഇതിൻ്റെ അപ്ഡേറ്റ്സുകളൊക്കെ ഞാൻ അറിയുന്നത്. അപ്പോൾ ആദ്യം ചെയ്ത് കേൾപ്പിക്കുക തന്നെ ഇവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദിലീപേട്ടനും സൈലേഷ് ഭായിക്കൊക്കെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഫിക്സ് ചെയ്തു, നീ മതി, നീ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ. പിന്നെ ആ 2 ദിവസം കൊണ്ടാണ് ആ 2 പാട്ടും പുള്ളി പ്രോഗ്രാം ചെയ്ത് റെക്കോർഡ് ചെയ്ത് 2 ദിവസം കൊണ്ട് ഉണ്ടാക്കിയ പാട്ടായിരുന്നു അന്ന്. രണ്ടും ഒന്ന് തലശ്ശേരിക്കാരെ കയ്യിലെടുത്ത പാട്ടാണ്, മറ്റേതൊരു കല്യാണം പാട്ട് എന്നുള്ള രീതിയിൽ. അതെ, അപ്പൊ അത് ഭയങ്കര പുള്ളിയുടെയും ഫസ്റ്റ് മൂവി ആയിരുന്നു അക്ഷയമ്മ
പിള്ള, ഇഫ് ഐ എം നോട്ട് റോങ്. അപ്പോൾ ആ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്നൊരു ദിവസം വിളിച്ചിട്ട് 2 ദിവസത്തിനുള്ളിൽ പാട്ടുണ്ടാക്കണം, അത് ഇവർക്ക് ഇഷ്ടമാവും. വേറൊരു സീനിയർ ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർ വിട്ടിട്ട് പോയ സ്ലോട്ടിലേക്കാണ് പുള്ളി വരേണ്ടത്. അപ്പോൾ പെർഫോമൻസ് പ്രഷർ ഉണ്ട്. പെർഫോമൻസ് പ്രഷർ അതുകൊണ്ടും കൂടി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞാൽ ഇത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ആണല്ലോ, അതെനിക്ക് കൃത്യമായിട്ട് പുൾ ഓഫ് ചെയ്യണം എന്ന് പറയുന്ന ഒരു ആസ്പിറേഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പുള്ളിക്ക് മീറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ പുള്ളിയുടെ ടാലന്റ് ഓൾസോ ആ ഷാഫിക്കയുടെ അടുത്തും കൂടെ അതിന് താങ്ക്സ് പറയണം. ഷാഫിക്കാണ് അങ്ങനെ ഒരു ടാലന്റിനെ ഫൈൻഡ് ചെയ്തത്. ഷാഫിക്ക് അന്ന് ആ കോൺഫിഡൻസ് കാണിച്ചില്ലായിരുന്നെങ്കിൽ അല്ലേ നമുക്ക് സാമുലവിനി ആ പാട്ടും ചിലപ്പോൾ കിട്ടില്ല. മനുവേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ ഉയ്യാരം വയ്യാരം കറക്റ്റ് അത് മീറ്ററിൽ വീഴാന്നുള്ള അങ്ങനെ ഒരു വാക്കിലല്ലേ ഇപ്പൊ അത് ഓർക്കണം. അത് ആ ടീം അടിപൊളി ടീമായിരുന്നു, നമ്മുടെ പിള്ളേരുടെ ടീം. എല്ലാവരും ഒരേ മനസ്സോടെ ചിന്തിക്കുന്ന അല്ലേ. അല്ലെങ്കിൽ ഷാഫിക്കൊക്കെ പെട്ടെന്ന് ആ എത്രയോ മ്യൂസിക് ഡയറക്ടർ, ഷാഫിക്കിനെ എത്രയോ മ്യൂസിക് ഡയറക്ടേഴ്സിനെ നേരിട്ടും അല്ലാതെയും വർക്ക് ചെയ്തിട്ടും ഒക്കെ പരിചയമുണ്ടോ. പർട്ടിക്കുലർലി ഈ ഒരാളെ ഈ ഒരു പാട്ടിന് കറക്റ്റ് ആയിരിക്കും തോന്നുന്ന പുള്ളിയുടെ ഉള്ളിൽ അത്രയും ക്രിയേറ്റിവിറ്റി ഉള്ളതുകൊണ്ടല്ലോ. അതെ അതെ അതെ. അപ്പൊ എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. താങ്ക് യു.